ചില കാര്യങ്ങൾ ഓടിച്ചു പറയുന്നത് നിങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് രാത്രി നിങ്ങൾക്കൊരു പക്ഷെങ്കിൽ ഇവിടുത്തെ CSIയിലോ മർത്തോമായിലോ യാക്കോബായിലോ കത്തോലിക്കലോ ബെന്തക്കോസിലോ ചർച്ച് ഓഫ് ഗോഡിലോ IPCയിലോ ഷാരോനിലോ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിലോ ഏജിലോ മെമ്പർഷിപ്പ് കാണും. എനിക്ക് കുഴപ്പമില്ല. നിങ്ങളൊരു പക്ഷേ അവിടുത്തെ കമ്മിറ്റിക്കാരായിരിക്കും, സെക്രട്ടറി ആയിരിക്കും, സെൻട്രൽ ആയിരിക്കും, സ്റ്റേറ്റ് ആയിരിക്കും. എനിക്കതിനും വിരോധമില്ല. ദൈവരാജ്യത്തിൻ്റെ മെമ്പർഷിപ്പ് നീ ഉണ്ടോ എന്നറിഞ്ഞാൽ മതി. എൻ്റെ പ്രസംഗം തീരുമ്പോൾ നിങ്ങൾക്കറിയാം നീ സ്വർഗരാജ്യത്തിൻ്റെ മെമ്പർഷിപ്പിൽ ഉണ്ടോ ഇല്ലയോ. ഇന്ന് രാത്രി ആത്മീയ കർത്താവ് ഇവിടെ ചർച്ച് ഓഫ് ഗോഡ് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും, ഇനി മല്ലപ്പള്ളി സെൻറ്റർ അല്ല കുമ്പനാട് സെൻറ്റർ ആയാലും കുഴപ്പമില്ല, നിനക്ക് ഇന്ന് രാത്രി സ്വർഗരാജ്യത്തിൻ്റെ മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ഒരു ചോദന കഴിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. ഞാൻ മെസ്സേജ് തുടങ്ങും മുമ്പേ സ്വർഗരാജ്യത്തിൻ്റെ മെമ്പർഷിപ്പ് എനിക്കുണ്ട് പാസ്റ്ററേ എന്ന് ഉറപ്പുള്ളവരൊക്കെ കൈവീശി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ കൈവൊക്കെ അവസാനവും കാണണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. യേശു 4-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ സ്വർഗരാജ്യം പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞ് കേറണമെങ്കിൽ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗരാജ്യത്തിൽ പോകാനുള്ള ഒന്നാമത്തെ പടി ആ വ്യക്തി എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. ഇനി കർത്താവ് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോവുകയാണ്. ഞാൻ ഒക്കുന്നത് പോലെ പറഞ്ഞ് വേഗം അവസാനിപ്പിക്കും. നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണം. ശ്രദ്ധിച്ചേ, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിലാണ് സ്വർഗരാജ്യത്തിന് ഏറ്റവും വലിയ വിശദീകരണം കർത്താവ് നൽകിയേക്കുന്നത്. 13-ാം അധ്യായത്തിൽ കർത്താവ് ആദ്യം പറയുകയാണ്. എല്ലാ വാക്യവും വായിപ്പിക്കാൻ സമയമില്ല. ഇടയ്ക്ക് ഞാൻ പറയുമ്പോൾ ദൈവദാസന അധ്യായം എടുത്തു വെക്കണം, ചില വാക്യങ്ങൾ വായിക്കണം. 13-ാം അധ്യായത്തിൽ യേശു പറയുന്നത് സ്വർഗരാജ്യം ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. അവൻ്റെ കയ്യിൽ ഒരു കൊട്ട വിത്തുണ്ട്. ഞാനാന്നിരിക്കട്ടെ വിതയ്ക്കാൻ വന്ന് റാന്നി മാടത്തും പഠിക്കുന്ന ഞാൻ ഇറങ്ങി വരുന്ന വഴിക്ക് എൻ്റെ അശ്രദ്ധ കൊണ്ടോ വണ്ടി നമ്മുടെ സാമു സഡൻ ബ്രേക്ക് പിടിച്ചത് കൊണ്ടോ എന്തൊക്കെയോ ഈ കൊട്ടയെന്ന് കുറച്ച് വഴി വീണതെല്ലാം എന്നേരം തന്നെ പറവകൾ കൊത്തിക്കൊണ്ടുപോയി. കുറച്ച് മുള്ളിനിടയിൽ വീണു. അത് കിളിർത്തു വന്നെങ്കിലും മുള്ളുകൾ ഞെരുക്കുകയാൽ ഫലം കായ്ക്കാതെ പോയി. കുറച്ച് പാറസ്ഥലത്ത് വീണു, കിളുത്തു വേഗത്തിൽ. പക്ഷേ മണ്ണില്ലായകയാൽ വെയിലടിച്ചപ്പോൾ ഉണങ്ങിപ്പോയി. ബാക്കിയുള്ളത് നല്ല നിലത്ത് വീണു. സ്വർഗരാജ്യം നല്ല നിലത്ത് വീണു. അത് 100, 60, 30 മേനി വിളഞ്ഞു. അതാ സ്വർഗരാജ്യം. ഞാൻ വിവരിക്കാം സമയമുണ്ടെങ്കിൽ. സ്തോത്രം. അപ്പോൾ ഒരു വലിയ കൊട്ടയ്ക്കകത്ത് 100 വിത്ത് എന്നിരിക്കട്ടെ. 25 വിത്ത് വഴി വീണു, 25 വിത്ത് മുള്ളിനിടെ വീണു, 25 വിത്ത് പാറസ്ഥലത്ത് വീണു. ഇനി ആ കൊട്ടയിൽ ആകെ 25 വിത്തേ ഉള്ളൂ. അത് നല്ല നിലത്ത് വീണു. ഇന്ന് രാത്രി ഞങ്ങൾ അതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. എത്ര അലറി പ്രസംഗിച്ചാലും 25% നല്ല നിലത്ത് വീഴും. സ്തോത്രം. ബാക്കി ഇതിനിടയ്ക്ക് മൊബൈലിനകത്ത് മെസ്സേജ് വരുന്നൊന്ന് നോക്കും, ചാറ്റ് ചെയ്യും, വരച്ചുകൊണ്ടിരിക്കുക, പല കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കി 75% പോകും. കൊട്ടയൊന്നാണ്, വിത്തൊന്നാണ്, വിതയ്ക്കുന്നവനൊന്നാണ്, പക്ഷെ ഫലം കായ്ക്കുന്ന 25% ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറഞ്ഞത്. കർത്താവ് അവിടെ നിർത്തിയില്ല. കർത്താവ് പറയുന്നത് സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചു. പ്രൈസ് ദി ലോർഡ്. അത് 13:24 മുതലാണ് കിടക്കുന്നത്. സമയമുണ്ട്, നമ്മൾ പിന്നെ വായിക്കും. നല്ല വിത്ത് വിതച്ചു. അല്പം കഴിഞ്ഞപ്പോൾ ദാസന്മാർ വന്ന് യജമാനെ വിളിച്ചോണത് ചോദിച്ചപ്പോഴത്തേന് നെല്ല് ഈ വിത്ത് കതിരായി. ഇനി ഒന്ന് വായിച്ചേര് 24-ാം വാക്യത്തിന് താഴോട്ടുള്ളത്. മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു കൊടുത്ത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സമമാകുന്നു. മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. അപ്പൊ സ്വർഗരാജ്യത്തിന് ഒരു ശത്രു ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സ്വർഗരാജ്യത്തിന് ആരുണ്ട്? ശത്രുവുണ്ട്. ശത്രു നമ്മളാരെങ്കിലും വിചാരിക്കുന്ന ഏതെങ്കിലും മനുഷ്യരാന്ന് ധരിക്കരുത്. നല്ല വിത്ത് വിതച്ചവൻ ഉറങ്ങിയപ്പോൾ ശത്രു അതിനകത്തൂടെ കള വിതച്ചു.
അടുത്ത വാക്യം. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. എപ്പോഴാണ് കള കാണായി വന്നത്? ഞാറ് വളർന്ന് കതിരായപ്പോൾ. അതുവരെ ഇത് വെളിപ്പെട്ടില്ല. സ്തോത്രം. എല്ലാ എതിരുകളും പോരുകളൊക്കെ അതിൻ്റെ അവസാന സമയത്തെ വെളിപ്പെടുത്തുള്ളൂ. സ്തോത്രം. അത് കൺവെൻഷൻ വെച്ചാലും ഒക്കെ അങ്ങനെ. എന്തോ വെച്ചാൽ ആദ്യത്തെ ഉത്സാഹവും സന്തോഷവും ഒക്കെ ഒടി വരുമ്പോൾ ഇല്ലാതാക്കുന്ന കാര്യങ്ങളുണ്ടാകും. പക്ഷേ നല്ല വിത്ത് വിതച്ചവൻ വിഷമിക്കല്ല. ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വലിയ പ്രതിസന്ധി ഞാറ് കതിരായപ്പോൾ കള കാണായി വന്നു. ഉടനെ ഈ ദാസന്മാർ വന്ന് പറഞ്ഞു, യജമാനെ. അപ്പോൾ വീട്ടുടവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന്, യജമാനനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്? പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. അടുത്ത വാക്യം. ഞങ്ങൾ പോയി അത് പറിച്ചു കളവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവരോട് ചോദിച്ചു. അതിന് അവൻ, ഇല്ല, പക്ഷെ കള പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതുപോകും. രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. ഇനി ഇവിടെ ശ്രദ്ധിക്കണേ. കളയും നല്ലതും കൂടെ അങ്ങ് ഇടപഴകി. കള പറിച്ചാൽ നല്ലതിൻ്റെ വേരും ഇളകും. അതുപോലെ ഭയങ്കര ബന്ധ. സ്തോത്രം. ഇവിടെ ഈ ദാസന്മാർ ചോദിച്ചു. ഇത് പണ്ട് വായിച്ചപ്പോൾ TG ഉമ്മച്ചനപ്പച്ചന് ആരെയോ വഴക്ക് പറഞ്ഞെന്നാ പറയുന്നത്. അപ്പച്ചൻ വായിക്കാൻ പറഞ്ഞപ്പോൾ വെട്ടത്തിൻ്റെ കുറവ് കൊണ്ടോ കണ്ണാടി വെക്കാഞ്ഞുകൊണ്ടോ ഒരു കൊച്ചു വായിച്ചപ്പോൾ യജമാനെ നമ്മൾ നല്ല വിത്തല്ലേ വിതച്ചപ്പോൾ ഈ കാളയും എങ്ങനെയാ കിളുത്ത് വന്നതെന്ന് ചോദിച്ചു. അപ്പം അപ്പച്ചൻ എന്നെപ്പോലെ ഇച്ചിരി ദേഷ്യമുള്ള ആളാണ്. അപ്പച്ചൻ പറഞ്ഞു, ഇപ്പം നിർത്ത് വച്ചേ, ഞാനും അതാ ചോദിച്ചു, ഈ കാളയൊക്കെ എങ്ങനെ ഇതിനകത്ത് വന്നതെന്ന് അപ്പച്ചൻ അന്ന് ചോദിച്ച. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പോ തെറ്റിച്ച് വായിച്ചാണെങ്കിൽ അപ്പച്ചൻ്റെ ചോദ്യം നന്നായിരുന്നു. സഭയ്ക്കകത്ത് കാളയൊക്കെ എങ്ങനെ കയറി വന്നെന്ന് അപ്പച്ചൻ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. നല്ല വിത്ത് വിതച്ചതിനിടയ്ക്ക് കള കിളുത്തു വന്നു. രണ്ടും കൂടെ അങ്ങ് ചേർന്നു എന്ന് പറഞ്ഞാൽ പുറത്താക്കാൻ പോയാൽ ചിലപ്പോൾ അത് സെക്രട്ടറിയുടെ ഉപ്പാപ്പൻ്റെ മോനായിരിക്കും, അല്ലെങ്കിൽ പാസ്റ്ററുടെ അമ്മാമ്മയുടെ അളിയനായിരിക്കും, അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൻ്റെ നാത്തൂനായിരിക്കും. സ്തോത്രം. ഏതെങ്കിലും നിലയിൽ ഇങ്ങനെ ഇടപഴകി ബന്ധമാണ്. അതുകൊണ്ട് പറിച്ചാൽ അവരുടെ പോവും. കയറാൻ മറ്റ് പല സ്ഥലം തുറന്നു വെച്ചേക്കല്ലേ. അതുകൊണ്ട് യജമാനൻ പറഞ്ഞ് പറിക്കണ്ട, നിൽക്കട്ടെ, കൊയ്ത്ത് വരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കണേ. നിങ്ങളിന്ന് രാത്രി എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ ഒരു കാര്യം പറയാം. രണ്ടും വളരാൻ തമ്പുരാൻ അനുവദിച്ചേക്കുക. എന്ന് വരെ ഉള്ളെന്നറിയാമോ? ഒരു കൊയ്ത്ത് വരുന്നുണ്ട്. അത് പറയാനാ ഇന്ന് രാത്രി ഞാൻ വന്നത്. സ്വർഗരാജ്യം എല്ലാത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതല്ല. കൊയ്ത്തു വരെ തമ്പുരാൻ അനുവദിക്കും. കൊയ്ത്തു വരുന്നുണ്ട്. കൊയ്ത്തു വന്നാൽ വയലിന്റെ ഉടമസ്ഥൻ ഒരു കൽപ്പന കൊടുക്കും. കളം മുഴുവൻ പറിച്ചു കൂട്ടി കറ്റകളായി കെട്ടണം. നല്ലത് മാത്രം കളപ്പുരയിൽ കൂട്ടണം. എന്നിട്ട് കളം മുഴുവൻ തീരിട്ട് ചുട്ടുകളയണം. എന്റെ സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നുണ്ട്. അന്ന് സകല കളകളും സകല അഹങ്കാരികളും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുന്ന ഒരു ദിവസമുണ്ടെന്ന് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള ഉപമയിൽ യേശു പറയുകയാണ്. അല്ല, ഇന്ന് രാത്രി നീ കളപ്പുരയിൽ കയറ്റുന്ന നല്ല വിത്തോ അതോ കറ്റകളായിക്കിട്ട് തീക്കകത്ത് കളയോ എന്ന് ഒരു പരിശോധന നടത്താം. പ്രൈസ് ദി ലോർഡ്. യേശു അവിടെ നിർത്തിയില്ല ദൈവദാസന്മാരെ. യേശു അടുത്ത വാക്യത്തിലേക്ക് പ്രവേശിക്കാം. 31-ാമത്തെ വാക്യം. സ്വർഗരാജ്യം മറ്റൊരു ഉപമ അവൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സാദൃശ്യം. സ്വർഗരാജ്യം കടുകുമണിയോട് സാദൃശ്യം. അതൊരു മനുഷ്യനെടുത്ത് വയലിലിട്ടു. അതെല്ലാ വിത്തിലും ചെറുതാണെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലുതായി. ഇന്നലെ ഒരു സംഭവം. ഞാൻ വാളകത്തെ ഒരു കല്യാണ ശുശ്രൂഷയ്ക്കായിട്ട് പോയി. അപ്പം നമ്മുടെ കൗൺസിൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു നല്ല ദൈവദാസന്മാരുടെ ടീം ഒന്നിച്ചിരുന്ന ഒരു മേശയിൽ 8 പേര് കഴിക്കുക.
അപ്പോൾ കഴിക്കുമ്പോൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ദേവദാസിൻ്റെ ഭാര്യ അടുക്ക വന്ന് ഈ സെക്രട്ടറിയോടും മറ്റൊരു ദേവദാസോടും സംസാരിച്ചു പോയി. ആ മേശയിലെ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്നത് ഞാനാണ്. എന്നെ ആ പാവപ്പെട്ട സൗകര്യം കണ്ടില്ല. അതായിരിക്കും സത്യം. ഞാൻ പെട്ടെന്ന് തന്നെ ആഹാരം കഴിച്ച് കൈ കഴുകി എനിക്ക് അടുത്ത മീറ്റിങ്ങിന് ദൂരെ പോകേണ്ടത് കൊണ്ട് ഞാൻ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി കാർ കയറി ഞാൻ പോകുന്നു. ഞാനിഞ്ഞ് പത്തനംതിട്ടയൊക്കെ അടുക്കാറായപ്പോൾ കോന്നിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഈ സിസ്റ്റർ എന്നെ വിളിച്ചു. അച്ഛാ പോയോ? ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ പോയല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ നീ വന്ന് സജി ജോർജ് പാസ്റ്ററോട് സംസാരിക്കുമ്പോൾ ഞാൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സജി ജോർജ് പാസ്റ്ററേക്കാൾ ഒരു 10 കിലോ തൂക്കം എനിക്ക് കൂടുതലുണ്ട്. എനിക്ക് ആ വണ്ണക്കൂടില്ല. സ്തോത്രം. അപ്പോൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞു. അതാ സത്യം. അപ്പോൾ എന്നെ ചിന്തിപ്പിച്ചു. 10-90 കിലോ ഉള്ള എന്നെ ആ കൊച്ചു കണ്ടില്ല. പക്ഷെ കടുക് ഒരു മനുഷ്യൻ കാണുകയും ചെയ്തു. ഹലോ, അതാ സ്വർഗരാജ്യം. മനസ്സിലാകുന്നുണ്ടോ? എന്നെ പോലെ വണ്ണമുള്ളൊരു മനുഷ്യനെ ആ സഹോദരി കണ്ടില്ല. പക്ഷെ കടുക് ഒരു മനുഷ്യൻ കണ്ടു. ഇന്ന് രാത്രി അടുക്ക നിന്നിട്ടും എന്നെ കാണാതെ പോയി. അതാണ് നമ്മുടെ കണ്ണിൻ്റെ കുഴപ്പം. പക്ഷേ ഇത്രയും വലിപ്പമുള്ള എന്നെ പോലും കാണാൻ ഒത്തില്ലെങ്കിലും കടുക് ഒരു മനുഷ്യൻ കണ്ടല്ലോ. സ്തോത്രം. നമ്മുടെ വീടുകളിലെ ഫലങ്ങളിൽ ഏറ്റവും ചെറിയ ഫലമാണ് കടുക്. അത് പ്രകൃതിദത്തമായി തന്നെ കറുത്തതാ. കറുത്തെന്ന് മാത്രമല്ല, വീടിനടുത്ത് കിടക്കത്തില്ല. അത് തടിയൂര് വീണാൽ വെണ്ണിക്കുളത്ത് എന്നേ പൊങ്ങത്തുള്ളൂ. ഉരുണ്ടു പോകുന്ന സാധന. ഇനി ആരുടെയും കാലെ പറ്റിയാൽ എന്നേരെ താണുപോകും. പിന്നെ പൊങ്ങി വരാൻ പാടാ. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ അമ്മച്ചിമാര് പണ്ട് പറയുമായിരുന്നു, മക്കളെ കടുക് തൂകല്ല്. അമ്മച്ചിയോട് ചോദിക്കും, കടുക് പോയാൽ എന്നെ അമ്മച്ചി കുഴപ്പം? കടം കയറും. അല്ലാതെ തന്നെ ജപ്തി നോട്ടീസ് കൊണ്ട് വീട്ടിൽ ഒട്ടിച്ചേക്കുക. അത് വേറെ, കടുകെ ചവിട്ടിയിട്ടൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. അമ്മച്ചി കടുക് തൂകലെന്ന് പറഞ്ഞാൽ താഴെ പോയാൽ പിന്നെ തിരിച്ചു പിടിക്കാനൊക്കത്തില്ല. ഇനി ഇച്ചിരി ഉള്ളിൽ അടുക്കളയുണ്ട്. തിണ്ണക്കിരിക്കുന്നവർക്ക് വിവരം അടുക്കളയിൽ കടുക് ഉണ്ടെന്ന് കാണാൻ. അതിൻ്റെ പൊട്ടലെല്ലാം ഇവിടെ കേൾക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇതൊരു മനുഷ്യൻ കണ്ടു. ഒരു സാധ്യതയില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞ ഈ കടുകിനെ ഈ മനുഷ്യൻ എടുത്തു. തൻ്റെ കയ്യിൽ ഭദ്രമായി സൂക്ഷിച്ചു കൊണ്ടുപോയിട്ട് തൻ്റെ വയലിൽ നട്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം നിങ്ങൾ വായിക്കണം. അതെല്ലാ വിത്തിലും ചെറുതെങ്കിലും വളർന്ന സസ്യങ്ങളിൽ ഏറ്റവും വലിയ സസ്യമായി ആകാശത്തിലെ പറവകൾ വന്ന് അതിന്റെ കൊമ്പുകളിൽ വസിപ്പാൻ തക്കവണ്ണം വൃക്ഷമായി തീർന്നു. ഈ രാത്രി ശ്രദ്ധിക്കണേ, സ്വർഗരാജ്യം ഒരു കടുകുമണിയോട് സാദൃശ്യമാണ്. ഇവിടെ ദൈവദാസൻ ചാണ്ടിപ്പാസാന്ന് തോന്നുന്നു പരിചയപ്പെടുത്തിയും പറഞ്ഞു. ജോൺ പി നാനാച്ചാൻ വെച്ചുചെറിയാം, PM ഫിലിപ്പ് പാസ്റ്റർ വെച്ചുചെറിയാം, PC ചെറിയാൻ പാസ്റ്ററും വെച്ചുചെറിയാം. ഞങ്ങളുടെ ജോസ് പാസ്റ്റർ ഞങ്ങളുടെ വെച്ചുചെറിയ പാസ്റ്ററുമായിരുന്നു. അപ്പം മൊത്തം വെച്ചുചെറിയാം. സ്തോത്രം. പക്ഷേ ഈ വെച്ചുചെറിയ എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത ഒരു കുഗ്രാമമാണ്. അവിടെ കൂടുതൽ സ്ഥലങ്ങൾ എസ്റ്റേറ്റുകളാണ്. ജനപ്പാർപ്പത്തെക്കാട്ടി കൂടുതൽ. നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു 2500 ഏക്കർ, അരയമ്പാറ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വേറൊരു 2500. ഇങ്ങനെ കുറേ എസ്റ്റേറ്റുകളുടെ ഇടയ്ക്ക് ഞങ്ങളെപ്പോലെ കുറേ പാവങ്ങൾ കിടപ്പുണ്ട്. സ്തോത്രം. കൃഷിക്കാരുടെ മക്കളാണ്. പിന്നെ ഒരു 450 മിലിറ്ററിക്കാർക്ക് കൊടുത്തേക്കുന്ന ഒരു കോളനി. അങ്ങനെയൊക്കെയാണ് ബിച്ചറുടെ പശ്ചാത്തലം. അവിടെ ആകെ ഉള്ളത് 4 ഷാപ്പും 2 ഉപഷാപ്പും ഒരു സിനിമാ തിയേറ്ററും ഒക്കെയായിരുന്നു. ഇപ്പോൾ അതൊന്നും അവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ തിയേറ്റർ അവിടെ ഇല്ല, സിനിമാ തിയേറ്റർ ഇല്ല, കള്ള് ഷാപ്പില്ല, പട്ടക്കടയിലെല്ലാം പോയി. ഇപ്പം ബെന്തിക്കോസുകാരുടെ ഹോളുകളെ അവിടെ ഉള്ളൂ. ഒരു ഹല്ലേലൂയ പറയണം. അപ്പം അങ്ങനെ ആരും അറിയാതെ പത്തനംതിട്ട ജില്ലയിലെ ഒരു മലയോര ഗ്രാമമായ വനം, കനകപ്പല വനത്തിനൊക്കെ അടുത്ത് കിടന്ന് കൊച്ചു കുഗ്രാമത്തിൽ കിടന്ന കടുക് ദൈവം എടുത്ത് ഇന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കുക. സ്തോത്രം. ഞാൻ എൻ്റെ ജോൺ ബി അച്ചായ ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് മലബാറും വടക്കേ മല ഒത്തിരി വണ്ടി ഓടിയതാണ്. ഒത്തിരി കഷ്ടപ്പെട്ടതാണ്. മിഷൻ ബോർഡിലെ അനവധി സഭകളെ തുടങ്ങും. അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ 10-47 രാജ്യങ്ങളിൽ പോയി യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിച്ചു.
അങ്ങനെ പ്രസംഗിക്കാൻ പോയി. എനിക്ക് മലയാളമല്ലാതെ വേറൊന്നും അറിയത്തില്ല. അത് നിങ്ങൾ ആരോടും പറയരുത്. സ്തോത്രം. ഞാൻ നിങ്ങളായതുകൊണ്ട് പറഞ്ഞ സ്തോത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ആൾ കൂടുന്നൊരു പ്രസംഗകനാണ് നിക്കെന്ന് പറയുന്ന ദേവദാസൻ. അദ്ദേഹത്തിന് 2 കാലുമില്ല, 2 കൈയും ഇല്ല. അത് തന്നെ കാണാൻ ആയിരങ്ങൾ കൂടും. അദ്ദേഹം 2016 അറ്റ്ലാന്റ എന്ന വലിയ പട്ടണത്തിൽ പ്രസംഗിക്കാൻ വന്നേക്കുന്ന മീറ്റിങ്ങിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ 2 കാലും 2 കൈയുമില്ലാത്ത നിക്ക്, അദ്ദേഹത്തെ കാണാൻ 10,000 തടിച്ചു കൂടിയേക്കുക. മലയാളത്തിൽ പ്രസംഗിക്കാൻ വെജിറ്ററിലെ കടുക്. സ്തോത്രം. എന്നെ കാണാൻ വന്നതല്ല, ആരും വന്ന് നിക്കിനെ കാണാൻ വന്നതാണ്. പക്ഷേ അവിടെ പ്രസംഗിച്ചത് ഞാനാ. അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, ഇംഗ്ലീഷുകാർ കൈയടിച്ചു. ഞാൻ മലയാളത്തിൽ പ്രസംഗിച്ചു, മലയാളി കൈയടിച്ചു. ഒരു സ്വന്തം നിങ്ങൾ പറയുന്നില്ല. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. കടുക് ദൈവം കണ്ടാൽ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഒരു സാധ്യതയുമില്ലാത്ത കടുക് ദൈവം കണ്ടാൽ, അവന്റെ വയലിൽ നട്ടാൽ അതിന്റെ വളർച്ച വ്യാഖ്യാനിക്കാനൊക്കത്തില്ല. അത് സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ സസ്യമാകുമെങ്കിൽ ഇന്ന് രാത്രിയിൽ ഇവിടെ ഏതോ കടുകിനെയൊക്കെ ദൈവം കാണുന്നുണ്ട് കേട്ടോ. നീ ആർക്കും സാധ്യതയില്ലാത്ത, വിലയില്ലാത്ത, ഹല്ലേലൂയ, ഒരു കണ്ണിനും ദയയില്ലാത്ത, കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ വയലിന്റെ ഉടമസ്ഥൻ നിന്നെ കണ്ടാൽ, ഈ കർത്താവ് എപ്പോഴുമേ ഈ ഒന്നിന്റെ വില നോക്കുന്നവനാ. ഒന്നിന്റെ വില കൽപ്പിച്ചത് ദൈവമാകട്ടെ എന്ന് പറഞ്ഞാൽ എന്താ പാസ്റ്ററെ? ഈ 99 ആട് കൂട്ടിലുണ്ടെങ്കിലും കർത്താവിന് ഇഷ്ടമാ ഒരെണ്ണമാണ്. അതിന്റെ പുറകെ രാത്രി പോവുക, അതിനെ കിട്ടുന്നിടം വരെ. സ്തോത്രം. ഇനി 8 പിള്ളേർ 58 നെഞ്ചുപിരിപ്പുള്ള പട്ടാളത്തിൽ കൊടുക്കാൻ കൊള്ളാവുന്ന 8 പിള്ളേരിൽ 7 എണ്ണം കൂടെ ഒന്നിച്ചു ചെന്നാലും കർത്താവിനെ കാട്ടിക്കിടക്കുന്ന ഒരു ചെറുക്കൻ ആവശ്യം. ഇനി 9 രമ്യയും കൂടെ അമ്മാമ്മയുടെ കയ്യിലിരുന്നാലും കർത്താവിനെ പോയ ഒരെണ്ണം ആ വിഷയം. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇനി ചെറുക്കൻ നന്നായിട്ട് അപ്പന്റെ കൂടെ എല്ലാ പണിയും വീട്ടിൽ നിന്നാലും കാണാതെ പോയ ഒരു ചെറുക്കൻ അഭിഷേകം. അങ്ങനെയാണ് ഇന്ന് രാത്രിയില് ഒന്നിനെ തിരയുന്ന ഒരു ദൈവമുണ്ട്. അത് പക്ഷെങ്കിൽ സാധ്യതയില്ലാത്തൊരു കടുകായിരിക്കാം. അത് കടുകാണെങ്കിലും അതിനെ പൊക്കിയെടുത്തിട്ട് തന്റെ വയലിൽ നട്ടിട്ട് സസ്യങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഒന്നാക്കി മാറ്റാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാര്യം ഒന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് നീ എഴുതി തള്ളിയ ചിലതിനെ ഹല്ലേലൂയ. എന്റെ ദേവദാസ, ലോകം കണ്ട പ്രസംഗകരിൽ ഈ അടുത്ത കാലത്തുള്ള ഏറ്റവും ശക്തനായ പ്രസംഗകന മോറിസ് സിർലോ. അദ്ദേഹം വരുന്ന എൻ്റെ കൂട്ട് കൊച്ചു റാഗണ്ണാറിലൊന്നും കയറിയല്ല. അദ്ദേഹം സ്വന്തം ചാർട്ടേഡ് ഫ്ലൈറ്റല്ല പ്രസംഗിക്കാൻ വരുന്നത്. സ്വന്തം ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് അദ്ദേഹത്തിന് കൂടെ അംഗരക്ഷകരായിട്ട് 40ഓളം പേരുണ്ട്. 40 പേരുമായി ടീമായി വന്ന് പ്രസംഗിക്കുന്ന മോറിസ് സിർലോ പ്രസംഗിച്ച സ്റ്റേജിലും അമേരിക്ക ഞാനാ പ്രസംഗിച്ചു. നിങ്ങൾ മിണ്ടുന്നില്ല. അയ്യോ, കപ്പയും നട്ട് കാച്ചിലും നട്ട് റബ്ബറും വെട്ടി നടക്കുന്ന ഒരു അപ്പന്റെ മോൻ കടുകിനെ പൊക്കിയെടുത്തിട്ട് ഇന്ന് രാത്രി മോറിസ് സിർലോയുടെ സ്റ്റേജെ പ്രസംഗിപ്പിച്ചെങ്കിൽ, നിക്കിന്റെ സ്റ്റേജെ പ്രസംഗിപ്പിച്ചെങ്കിൽ, വില്യന്റെ സ്റ്റേജെ പ്രസംഗിച്ചെങ്കിൽ, ഇന്ന് രാത്രി ദൂത് കൈമാറുക. സ്വർഗരാജ്യം സാധ്യതയില്ലാത്ത ഒന്നിനെ, കൈവിട്ട ഒന്നിനെ, എഴുതിത്തള്ളിയ ഒന്നിനെ, ആർക്കും വേണ്ടാത്ത ഒന്നിനെ, കാഴ്ചയ്ക്ക് ഭംഗിയില്ലാത്ത ഒന്നിനെ പൊക്കിയെടുത്ത് വയലിൽ നട്ടിട്ട് വൃക്ഷങ്ങളിൽ വെച്ച് ഏറ്റെടുക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രി സ്തുതിച്ചോ. നിന്റെ തലമുറയിൽ ഒന്നിനെ ഈ രാത്രി ഉയർത്തിയെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്ന് പറയുമ്പോഴേ 80 എൻ്റെ പാസ്പോർട്ട് ഈ ഗവൺമെന്റ് തിരിച്ചു മേടിച്ച ഞാനെങ്ങനെ 47 രാജ്യങ്ങളിൽ പോകും പാസ്പോർട്ട് ഇല്ലാതെ പാനൊക്കും. 80 തിരിച്ചു മേടിച്ച പാസ്പോർട്ട് 96 പുതുക്കി മേടിക്കാൻ ചെന്നപ്പോൾ എനിക്ക് പാസ്പോർട്ട് കിട്ടത്തില്ല. അപ്പം ഞാനൊരു വക്കീലിനെ കണ്ട് അഫിഡവിറ്റ് തയ്യാറാക്കി കൊണ്ട് കൊടുത്തപ്പം പാസ്പോർട്ട് ഓഫീസർ എടുത്ത് ദൂരോട്ട് ഏറി വെച്ചു. അപ്പം എനിക്ക് കിട്ടത്തില്ല. പക്ഷെ ദൈവാത്മാവ് കിട്ടുമെന്ന് പറയുന്നു. ഓഫീസർ തരത്തില്ലെന്ന്, ഏതായാലും കിട്ടത്തില്ല. എന്നാൽ പിന്നെ എൻ്റെ അനുഭവ സാക്ഷി എഴുതാമെന്ന് വിചാരിച്ച് 2 വെള്ളപ്പേപ്പർ മേടിച്ച് ഞാൻ ആ വെള്ളപ്പേപ്പറിലോട്ട് എൻ്റെ അനുഭവ സാക്ഷ്യം എഴുതി വെച്ച് ഞാൻ കൊണ്ട് അങ്ങോട്ട് കൊടുത്തു. സ്തോത്രം.
അയാൾ ചോദിച്ചു ഇതെന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതാ എൻ്റെ അഫിഡവിറ്റ് എന്ന് പറഞ്ഞു. സത്യത്തിൽ അതാ എൻ്റെ അഫിഡവിറ്റ്. വക്കീൽ എഴുതിയ വക്കീലിൻ്റെ അഫിഡവിറ്റാ. ആ 4000 രൂപ എന്നോട് മേടിച്ച അയാൾ. അതൊരു ദൂരോട്ട് ഏറ് വെച്ച് കൊടുത്തു. ഞാൻ ഈ പൊട്ട മലയാളത്തിൽ എഴുതിയ 2 വെള്ള പേപ്പറിൽ എൻ്റെ അഫിഡവിറ്റ് കണ്ട് ആ മനുഷ്യൻ അതിനോട്ട് പച്ചപ്പേന എടുത്ത് ഒപ്പിട്ട് കേട്ടോ. പിന്നെ ഇത്രയും കെട്ട് പാസ്പോർട്ടുണ്ട്. നിങ്ങൾ കണ്ണു കടിക്കല്ലേ? മനസ്സിലാകുന്നുണ്ടോ? എടാ, കടുകിനെ പൊക്കിയെടുത്താൽ വഴി തുറക്കുന്നതെല്ലാം പിന്നെ ദൈവമാ. ഇന്ന് രാത്രി ഞാൻ എന്തിനാ ഈ സാക്ഷി പറഞ്ഞെന്നറിയാമോ? ഈ പട്ടണത്തിൽ കൺവെൻഷൻ വെച്ചത് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കാനല്ല. കൈവിട്ട ചിലതിനെ, ആർക്കും വേണ്ടാത്ത ചിലതിനെ, എഴുതിത്തള്ളിയ ചിലതിനെ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചതിനെ ഇന്ന് രാത്രി ഉയർത്തിയെടുക്കാൻ എന്റെ യേശുവിന് പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്ന മാതാപിതാക്കൾ ഈ ശബ്ദ പരിധിയിലുണ്ടെങ്കിൽ ദൈവാത്മ വിളിച്ചു പറയുന്നു, നിന്നെ കരം പിടിച്ചുയർത്താൻ കഴിയുന്നു. എന്റെ സ്വന്തം അയലോക്കത്തുള്ള ജോൺ ബി അച്ചാനും പി എം ബിൽബച്ചാനും തമ്പിച്ചാനും ഇവന്റെ തല പോയാ മതി എന്ന് ആഗ്രഹിച്ച നാട്ടുകാരാ. സ്തോത്രം. ഇപ്പൊ അവരെല്ലാം പറഞ്ഞ അച്ഛാ തിരക്കാൻ നോക്കറിയാം, എന്നാലും വീട്ടിൽ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോണേന്നാ. പിന്നെ സ്ഥിതി മാറ്റിയില്ലേ? ദൈവം ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ആരൊക്കെ വരാതിരുന്നാലും, ആരൊക്കെ ആളിനെ തടഞ്ഞാലും, ഇന്ന് രാത്രി ഞാൻ ഒരു പ്രവചന ദൂത് പറയാൻ പോകുകയാ. ദൈവം ദേശത്തിന്റെ സ്ഥിതി മാറ്റും. ദൈവം ജനത്തിന്റെ സ്ഥിതി മാറ്റും. അന്ന് യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. ശത്രു അപകരിച്ച സന്തോഷം മടക്കി തരുന്ന ഒരു ദൈവപ്രവൃത്തി നിന്റെ കൂടാരത്തിൽ വെളിപ്പെടുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരം ഒന്ന് ചേർത്തടിച്ച് ഒരു നിമിഷം ദൈവത്തെ ആരാധിച്ച്, ഇത് നിന്റെ തലമുറയുടെ വിടുതലിന്റെ രാത്രിയോ. ഞാൻ എൻ്റെ ജോസ് പാർഷെ സിംഗപ്പൂരിൽ പോയി, മലേഷ്യയിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അമേരിക്കയിൽ പോയി, കാനഡയിൽ പോയി, ന്യൂസിലൻഡിൽ പോയി, UK പോയി, ഗൾഫ് രാജ്യത്തിലൊക്കെ പോയി. പക്ഷേ മരമായ കടുക് ഞാനെങ്ങും കണ്ടിട്ടില്ല. സത്യം പറഞ്ഞത്. നിങ്ങളാരെങ്കിലും കണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ മരമായ കടുകല്ല. കടുക് സസ്യം കണ്ടിട്ടുണ്ട്, പക്ഷേ പക്ഷികൾ വന്ന് കൂട് വെക്കുന്ന ഒരു മരം കടുക് ഞാനിതുവരെ ജോൺ ബി അച്ഛൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ യജമാനന്റെ കൈ കൊണ്ട് തൊട്ടുപോയെങ്കിൽ, ഹലോ നിങ്ങൾ മിണ്ടുന്നില്ല, കടുകിനൊക്കെ വളരാൻ തമ്പുരാൻ നിശ്ചയിച്ചൊരു പരിധി ഉണ്ട്, അതുവരെ വളരത്തുള്ളൂ. സ്തോത്രം. പക്ഷെ തമ്പുരാന്റെ വയലിൽ നട്ട പരിധി മാറും. സ്തോത്രം പറയണം. ഇന്ന് രാത്രി നിന്റെ അളവുകോലിന് അളക്കാൻ കഴിയാത്ത ലെവലിൽ വളർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവരെ ദൈവത്തെ ആരാധിക്കാവുള്ളൂ. അല്ലെങ്കിൽ നിന്റെ കണക്കൂറിനെ തെറ്റിച്ചുകൊണ്ട് വളർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ചരൽക്കുന്നിൽ ആർക്കും വേണ്ടാതെ ആരൊക്കെയോ ചവിട്ടി താഴ്ത്തിക്കളഞ്ഞ ചിലതിനെ ഇന്ന് രാത്രി കരം പിടിച്ചുയർത്താൻ കഴിയുന്ന, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഉയർത്തിയെടുത്ത് വൃക്ഷങ്ങളിൽ വെച്ച് വലിയ വൃക്ഷമാക്കുന്ന ഒരു ദൈവം. അതാ സ്വർഗരാജ്യം. അതാ സ്വർഗരാജ്യം. എനിക്കിത് വായിച്ചപ്പോൾ എൻ്റെ ദൈവദാസ ഹൃദയത്തിലെ സന്തോഷം. അതിന് വിദ്യാഭ്യാസമൊന്നും വേണ്ടെന്ന്. ഞാൻ 3 വർഷം മുമ്പേ ദൈവസഭയുടെ ജനറൽ കൺവെൻഷനിൽ കോവിഡിന് മുമ്പ് പറഞ്ഞ ഒരു സാക്ഷ്യമുണ്ട്, ഒരു സംഭവം. ഷൗമേൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, മുഖത്തിന് പേഴ്സണാലിറ്റി ഇല്ല. സ്തോത്രം. കാഴ്ചയ്ക്ക് വലിയ സൗന്ദര്യമൊന്നുമില്ല, വലിയ പൊക്കമൊന്നുമില്ല. അവൻ്റെ ഉള്ളിൽ സുവിശേഷ വേല ചെയ്യാൻ ഭയങ്കര താല്പര്യം. അവന് പലയിടത്ത് ചെന്നപ്പോൾ ഇവൻ്റെ പേഴ്സണാലിറ്റി ഒക്കെ നോക്കിയിട്ട് ആരും അവനെ എടുത്തില്ല. അങ്ങനെ അവന് അക്കാലത്തെ അമേരിക്കയിലെ ഏറ്റവും ശക്തനായ ദൈവദാസനാണ് വില്യം ബൂത്ത്. സാൽവേഷൻ ആർമി എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റാണ്. ആയിരക്കണക്കിന് സഭകളും ലക്ഷക്കണക്കിന് വിശ്വാസികളുമുള്ള ആ വലിയ മനുഷ്യൻ്റെ വീട്ടിൽ പല പ്രാവശ്യം ചെന്നു. എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യാൻ എന്തെങ്കിലും ഒരു തൊഴിൽ എനിക്ക് തരണം. ഇപ്പം ഇവനെ കണ്ടു പറഞ്ഞു, നിനക്ക് തരാൻ തൊഴിലൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞു. പല പ്രാവശ്യം ആട്ടിവിട്ടു. അങ്ങനെ ആട്ടിവിട്ടവൻ പോകത്തില്ല. നമ്മൾ ഈ വീട്ടിൽ വന്നു കയറുന്ന ചില പട്ടിയൊക്കെ ഉണ്ടല്ലോ, നായൊക്കെ പൂച്ചയൊക്കെ, അതിനെ തിണ്ണയ്ക്കൊന്ന് ഓടിച്ചാൽ പരിയമ്പുറത്ത് പോകും.
പരിയമ്പുറത്ത് നിന്ന് ഓടിക്കുക തിണ്ണച്ചു വരും. ഇങ്ങനെ ഓടി നടക്കുന്ന പോലെ ഇവൻ ഈ മനുഷ്യൻ്റെ പുറകെ പിന്നെയും നടക്കുക. അങ്ങനെ നടന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലി പറഞ്ഞു ഇവനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാവരുടെയും ഷൂ വെച്ചേക്കുന്ന ഒരു ഷൂവിൻ്റെ ട്രാക്കുണ്ട്, അതിനകത്ത് പോരുന്ന ഷൂ എല്ലാം പോളിഷ് ചെയ്തോണം, ആഹാരം അതിനകത്ത് തരും, അവിടെ തന്നെ ജീവിച്ചോണം, പുറത്തിറങ്ങാനെന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞു. ഈ വില്യം ബൂത്തിൻ്റെ ശിഷ്യഗണങ്ങളെല്ലാം കൂടെ ഉപയോഗിക്കുന്ന തോല് കൊണ്ട് ഉപയോഗിച്ച ഷൂകൾ ഇരിക്കുന്ന റൂമിനകത്ത് ഈ മനുഷ്യൻ ഷൂ പോളിഷ് കൊണ്ട് 16 വർഷം താമസിച്ചു. ഷൂ ഇരിക്കുന്ന മുറിയിലെ നാറ്റം ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ. 16 വർഷം. സ്തോത്രം. 16 വർഷം ഇവൻ എന്ത് എന്ന് പോലും ഈ മനുഷ്യൻ തിരക്കിട്ടില്ല. കഴിച്ചു വല്ലതും കഴിക്കുന്ന അകത്ത് കയറുന്നു, ഷൂ പോളിഷ് ചെയ്യുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു, ഷൂ പോളിഷ് ചെയ്യുന്നു, കരയുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ഷൂ മിനുങ്ങുന്നത് പോലെ എന്നിലെ ചെളിയെല്ലാം ഒന്ന് മാറ്റി എന്നെ ഒന്ന് പോളിഷ് ചെയ്ത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒന്നാക്കി മാറ്റണം എന്നൊക്കെ പ്രാർത്ഥിച്ചോണ്ടിങ്ങനെ ഷൂ പോളിഷ് ചെയ്തു. അങ്ങനെ 16 വർഷങ്ങൾ കഴിഞ്ഞു. 50,000-ത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മെഗാ കൺവെൻഷൻ വില്യം ബൂത്തിൻ്റെ അധ്യക്ഷതയിൽ നടക്കുകയാണ്. യോഗം നടക്കുന്നത് 6 ദിവസങ്ങൾ വലിയ ജനപ്രവാഹം. 7-ാമത്തെ ദിവസം നേരം വെളുത്തുടനെ ഒരു ടെലഗ്രാം വില്യം ബൂത്തിന് വരുന്നു. ഇന്നത്തെ പ്രാസംഗികന് വന്നു ചേരാനൊക്കത്തില്ല. സമാപന രാത്രിയാണ്, വലിയ ജനക്കൂട്ടമുണ്ട്. അന്ന് വിളിച്ചത് ഏറ്റവും പ്രധാന ഭാഷയാണ്. പക്ഷെ അന്നത്തെ ദൈവദാസന് വരാൻ കഴിയത്തില്ല. ടെലഗ്രാം കിട്ടിയ വില്യം ബൂത്ത് ആകെ വരുന്നു. പലരെ ടെലിഫോൺ ചെയ്തപ്പോൾ എല്ലാവർക്കും പ്രോഗ്രാമാ, ആർക്കും വരാനൊക്കത്തില്ല. അങ്ങനെ തന്നെ മുറിക്കകത്ത് കയറി കവിണ് വീണ് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വില്യം ബൂത്ത് പറഞ്ഞു, വില്യം ബൂത്തേ, 16 വർഷമായി നിന്റെ ഷൂ വിരിക്കുന്ന ട്രാക്കിൽ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു ഷൗമേൽ ബ്രിങ്കിളിനുണ്ടല്ലോ, ഉണ്ട്. നീ അവനെ വിളിച്ച് പ്രസംഗിപ്പിക്കാൻ പറഞ്ഞു. അവനെ പറഞ്ഞു അവന് പ്രസംഗിക്കാൻ അറിയാം, അവന് സ്റ്റേജിൽ കയറാൻ പേഴ്സണാലിറ്റി ഉണ്ടോ, അവന് നല്ലൊരു ഉടുപ്പോപാൻ്റെ ഉണ്ടോ, അവനെ എങ്ങനെ ഈ രാത്രി പ്രസംഗിപ്പിക്കുന്നത്, എന്തോ ഈ പറയുന്നേ? ദൈവം പറഞ്ഞു ഇന്ന് രാത്രി നീ അവനെ കൊണ്ട് പ്രസംഗിപ്പിക്കണം. 16 വർഷം ആരും കാണാതെ അടയപ്പെട്ട മുറിയിൽ ഷൂ പോളിഷ് ചെയ്ത് കിടന്ന ഷൗമേൽ ബ്രിങ്കിളിന്റെ മുറിയിലേക്ക് മനസ്സോടെ നടന്ന് വില്യം ബൂത്ത് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് മുറി ചെല്ലുക, അപ്പോയിന്റ് ചെയ്ത് പിന്നെ ആദ്യമായിട്ട് വില്യം ബൂത്ത് ചെല്ലുക. വില്യം ബൂത്ത് എന്നിട്ട് പറഞ്ഞു, നീ ഇന്ന് രാത്രി കൺവെൻഷന് പ്രസംഗിക്കണമെന്നാ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഇവൻ പേടിച്ച് വിറക്കി വന്ന് ആര് ധരിച്ചേ? വില്യം ബൂത്ത് ധരിച്ചു. അവൻ പറഞ്ഞു അതിനെന്നാ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. ഓ, ഇവൻ അങ്ങനെ ധൈര്യത്തോടെ പറയുമെന്ന് ഒരിക്കലും വില്യം ബൂത്ത് ധരിച്ചില്ല. നീ പ്രസംഗിക്കുമോ? ഞാൻ പ്രസംഗിക്കും, വേദി തന്നാൽ ഞാൻ പ്രസംഗിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് വില്യം ബൂത്ത് തൻ്റെ ആളുകളിൽ കൊള്ളാവുന്നവരുടെ ഷൂവും പാൻറ്റും ഷർട്ടും കോട്ടും എല്ലാം ഇവനൊന്നും ഇടാനുള്ള ആരോഗ്യമൊന്നുമില്ല, എല്ലാം വലിച്ചു കെട്ടിയില്ല. ശൗല് ദാവീദിനെ ഉടുപ്പിടിപ്പിച്ച പോലെ എല്ലാം കൂടി ഇവനെ ഒരു പരുവത്തി ഇടിപ്പിച്ച് ഒരു ഷേപ്പാക്കി സ്റ്റേജിൽ കൊണ്ട് നിർത്തി. വില്യം ബൂത്തിൻ്റെ അകത്ത് കത്തുക. ഇന്നലെ വരെ അകത്തിരുന്ന് ഇവൻ എന്നോ പ്രസംഗിക്കാനാണ്. ബൈബിൾ കോളേജിൽ പോയിട്ടില്ല, തിയോളജി പഠിച്ചിട്ടില്ല, പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് കണ്ടിട്ടില്ല. അപ്പം ഇവൻ എന്തോ പ്രസംഗിക്കാനാ. പക്ഷേ ഇവൻ സ്റ്റേജിൽ കയറി 50,000-ത്തിലധികം ആളുകൾ കസാറയിലിരിക്കുകയാണ്. ഇവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം, എല്ലാം കണ്ണും അടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ചു. ഒരു 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് പ്രാർത്ഥിച്ചു. 5 മിനിറ്റ് പ്രാർത്ഥിച്ച് ഷൗമേൽ ബ്രിങ്കിൾ കണ്ണു തുറക്കുമ്പോൾ ഒറ്റയാളും കസാറയിലില്ല. ഇവന് വലിയ സങ്കടമായി. 50,000 പേരും 5 മിനിറ്റ് കൊണ്ട് നീച്ചു പോയല്ലോ എന്ന് ഓർത്ത് താൻ സൂക്ഷിച്ചപ്പോൾ എന്തോ ഒരു വലിയ എരച്ചിൽ പോലെ, ഇങ്ങനെ തേനീച്ചക്കൂട്ടിലെ എരമ്പൽ പോലെ ഒരു ഭയങ്കര ശബ്ദം. നോക്കിയപ്പോൾ 50,000 പേരും കസേരയുടെ താഴെ മുട്ടുകുത്തിയേക്കുക. സ്തോത്രം. ആരും എഴുന്നേറ്റ് പോയതല്ല. 5 മിനിറ്റ് പ്രാർത്ഥനയിൽ 50,000 പേര് നിലത്ത് മുട്ടുകുത്തി. അവർ തനിയെ കൈകൾ പൊക്കി. അവർ ആ പാപം ഏറ്റുപറയാൻ തുടങ്ങി. പ്രസംഗിച്ചിട്ടില്ല. കഴിഞ്ഞ 6 ദിവസം പ്രസംഗിച്ച് ഒരാൾ പോലും മുട്ട കുത്തിയിരുന്നില്ല. പക്ഷേ ഈ മനുഷ്യൻ പ്രസംഗിക്കാതെ പ്രാർത്ഥനയുടെ മുമ്പിൽ 50,000-ത്തിലധികം ആളുകൾ കസേരന്നിറങ്ങി നിലത്ത് മുട്ടുകുത്തി. അവർ കരങ്ങൾ ഉയർത്തി കരയാൻ തുടങ്ങി. പ്രസംഗിക്കാതെ മാനസാന്തരപ്പെടാൻ തുടങ്ങി. വലിയ അനുതാപമുണ്ടായി. അതിനകത്ത് വലിയ അത്ഭുതങ്ങൾ ഉണ്ടായി. മുടന്തർ ചാടി എഴുന്നേറ്റു. കുരുടർ കാണാൻ തുടങ്ങി. ചെകിടർ കേൾക്കാൻ തുടങ്ങി. ഇന്ന് രാത്രിയിൽ ഒരു കടുകിനെ ദൈവം ഉയർത്തിയാൽ വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. എല്ലാവരും പുച്ഛിച്ചു തള്ളുന്നതിനെ ഉയർത്തിയെടുക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് യജമാനന്റെ വയല. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. നിങ്ങൾക്ക് കേൾക്കണ്ടേ? അത് കഴിഞ്ഞുള്ള 3 വർഷങ്ങൾക്കകം ശക്തനായ പ്രസിദ്ധനായ വില്യം ബൂത്ത് മരിച്ചു.
വില്യം ബൂത്ത് മരിച്ചപ്പോൾ സാൽവേഷൻ ആർമി എന്ന മഹാപ്രസ്ഥാനത്തിന് പകരം ഒരു പ്രസിഡന്റിനെ വേണം. പ്രൈസ് ദി ലോർഡ്. എല്ലാരും കൂടി വോട്ടിട്ടു. ജയിച്ചതാരാന്ന് കേൾക്കണ്ടേ? 16 വർഷം ഷൂ പോളിഷ് ചെയ്ത ഷൗമേൽ ബ്രിങ്കിലിനെ അവർ രക്ഷാസൈന്യമെന്ന് ഇപ്പൊ നമ്മൾ വിളിക്കുന്ന സാൽവേഷൻ ആർമിയുടെ അഖില ലോക പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. പിന്നത്തെ 30 വർഷങ്ങളെ പ്രസ്ഥാനത്ത് നടത്തിയത് ആ മനുഷ്യനാ. സ്വർഗരാജ്യം എന്നാന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ സ്വർഗരാജ്യം ഒരു കടുകിനെ പൊക്കിയെടുത്ത് തന്റെ വയലിൽ കൊണ്ട് നട്ടിട്ട് അതിനെ വൃക്ഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വൃക്ഷമാക്കുന്നതാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ആരെയൊക്കെയോ ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ മേൽ അവന്റെ ദൃഷ്ടി പതിഞ്ഞാൽ, നിന്റെ തലമുറയുടെ മേൽ അവന്റെ ദൃഷ്ടി പതിഞ്ഞാൽ, ഇന്ന് രാത്രി അവൻ ഉയർത്താൻ തുടങ്ങിയാൽ അതിന് പരിധിയില്ല. ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു നിമിഷം ചേർന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചോ. യൗവനക്കാരാ, നിനക്ക് വേണ്ടി ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആർക്കും വേണ്ടാത്ത ചിലതിനെ, പലരും എഴുതിത്തള്ളി ചിലതിനെ, പുച്ഛിച്ചു നോക്കിയ ചിലതിനെ, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി യേശു കണ്ടാൽ ആ വയലിന്റെ ഉടമസ്ഥൻ കടുക് കണ്ടു. ആരും കാണാൻ സാധ്യതയില്ലാത്തൊന്നിനെ അവൻ കണ്ടു. കണ്ടിട്ട് അവൻ ആ നിലത്തുനിന്ന് പൊക്കിയെടുത്ത് സുരക്ഷിതമായി തൻ്റെ വയലിൽ കൊണ്ട് നട്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ കൺവെൻഷന്റെ പുറകിൽ ആരെയൊക്കെയോ ഈ പട്ടണത്തിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അത് ഞാനായാ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. തമ്പുരാന്റെ ദൃഷ്ടി ഈ രാത്രി നിന്റെ മേലൊന്ന് പതിയട്ടെ. യേശു അവിടെ നിർത്തിയില്ല. സ്വർഗരാജ്യം വലിയ വിഷയമായതുകൊണ്ട് യേശു അടുത്ത് പറയുകയാണ്. അടുത്തത് അതിന്റെ 45-ാമത്തെ വാക്യമാ. ഒരു ഡയമണ്ട് വ്യാപാരി, ഒരു മുത്തു വ്യാപാരി, ഒന്ന് വായിച്ചോ ജെയിംസ് പാസ്റ്ററെ. പിന്നെ സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. നിങ്ങൾക്ക് ഈ വ്യാപാരിയെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചങ്ങ് പറഞ്ഞേക്കാം. ഒരു നല്ല ഡയമണ്ട് ഒക്കെ വിൽക്കുന്ന, നല്ല മുത്തുകൾ വിൽക്കുന്ന നല്ല ഒരു ജൂബിലറിയുടെ ഉടമസ്ഥൻ. അവൻ ഇവിടെയൊക്കെ ജൂബിലറി ഉണ്ട്, 14 ജില്ലയിലും ഓരോ ജൂബിലറി കാണും. അതെല്ലാം ഉള്ളപ്പോൾ തന്നെ അവൻ്റെ ആഗ്രഹം, എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ല മുത്ത് എവിടെ ഉണ്ടോ അത് മേടിക്കണം. അത് തപ്പി അവന് മെട്രോപൊളിറ്റൻ സിറ്റികളായ മദ്രാസ്, ചെന്നൈ, ബോംബെ, കൽക്കട്ട എന്ന് വേണ്ട ഉള്ള സ്ഥലങ്ങളൊക്കെ സഞ്ചരിച്ചപ്പോൾ ഇവിടെ കിട്ടുന്നില്ല. അവൻ വണ്ടി കയറി ഫ്ലൈറ്റ് കയറി ദുബൈയിലൊക്കെ പോയി, സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലത്തൊക്കെ പോയി, അവിടെയൊക്കെ ചെന്ന് മുത്തനിച്ച് ഏതോ ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ അവൻ കാണാൻ കൊതിച്ച് ആ മുത്ത് കണ്ടു. ആ മുത്തിന്റെ വില ചോദിച്ചപ്പോൾ അവന്റെ 14 ജില്ലയിലെയും ജൂബിലറിയും കൂടെ തൂക്കി വിറ്റാലേ അത് മേടിക്കാനൊക്കെ ഒത്തു. ഹലോ, ഞാൻ ആദ്യം വിചാരിച്ച കടുക സ്വർഗരാജ്യം എന്ന. കടുകൊന്നുമല്ല കേട്ടോ, ഇത് ഭയങ്കര വിലപ്പെട്ടതാ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഹല്ലേലൂയ. യേശു പറയാ സ്വർഗരാജ്യം വിലയേറിയ മുത്തന്വേഷിച്ച വ്യാപാരിയോട് സദൃശ്യം. അത് കണ്ടെത്തിയപ്പോൾ അവന്റെ സന്തോഷം ഭയങ്കരമാ. അത് സ്വന്തമാക്കാൻ വേണ്ടി തനിക്ക് എന്തെല്ലാം ഛേദമാക്കാമോ അതിനെല്ലാം അവൻ ഛേദമാക്കിയിട്ട് വിൽക്കേണ്ടതെല്ലാം വിറ്റിട്ട് ഈ മുത്തിനേക്കാൾ വിലയുള്ളതിനെയെല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണയിട്ട് ഈ മുത്തവൻ സ്വന്തമാക്കി. അതാ ദൈവരാജ്യം. ഇന്ന് രാത്രി ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവരാജ്യം ഭക്ഷണമല്ല, ദൈവരാജ്യം പാനീയമല്ല, ദൈവരാജ്യം സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലെ സന്തോഷവുമാകയാൽ ഇന്ന് രാത്രി പ്രിയരെ ഈ മുത്ത് സ്വന്തമാക്കാതെ നീ പോകരുത്. അവിടെ നിർത്തിയില്ല. അടുത്ത വാക്യം അതിൻ്റെ 44-ാമത്തെ വായിച്ചില്ലായിരുന്നു. 44 വായിച്ചു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടു. ഒരു മനുഷ്യനുണ്ട്. ഒരു സ്തോത്രം പറയണം. വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സാദൃശ്യം. ഒന്ന് ശ്രദ്ധിക്കണേ. എത്രയോ വർഷങ്ങളായി ഈ മനുഷ്യൻ ആ വയലിൽ ജോലി ചെയ്യുക. പക്ഷെ അന്നെന്തോ തികച്ചും അപ്രതീക്ഷിതമായി അവന്റെ പണിയായുധം ചെന്ന് ഏതിലോ ഒന്നിൽ മുട്ടി. അപ്പൊ അതുവരെ ഇല്ലാത്തൊരു മുഴക്കം.
ഈ മുഴക്കം എന്നാന്നറിയാൻ അവിടെ മാത്രം ഒന്ന് കുഴിച്ചപ്പോൾ ആ മുഴക്കം കൂടിക്കൂടി വന്നു. അല്പം കൂടെ താത്തപ്പോൾ ഒരു നിധി അതിനകത്തിരിക്കുന്നു. സ്തോത്രം. അവൻ ചുറ്റും നോക്കി കൂടെ പണിയുന്ന തൻ്റെ സഹ ജോലിക്കാർ കാണുന്നുണ്ടോ? കണ്ടിരുന്നുണ്ടോ? പെട്ടെന്ന് മണ്ണിട്ടങ്ങ് മൂടി. സ്തോത്രം. സ്വർഗരാജ്യം കണ്ടെത്തിയവൻ സ്വന്തമാക്കുന്നത് വരെ അത് മണ്ണിട്ടെന്ത് ചെയ്തു? മൂടി. സ്തോത്രം. അവൻ നേരെ യജമാൻ്റെ അടുക്കൽ ചെന്നപ്പോൾ കൂലിക്കാർ ക്യൂ നിൽക്കുക. എല്ലാ കൂലിക്കാരും ഒരു പണം മേടിച്ച് പോകുന്നിടം വരെ ഇവൻ നിന്ന് കയ്യും കെട്ടി. അപ്പോൾ ഇവൻ എന്തെങ്കിലും ലോൺ എടുക്കാനോ 2 ദിവസത്തെ കൂലി കൂടുതൽ ചോദിക്കാനോ വല്ലതും ആണെന്ന് വിചാരിച്ച് ഇങ്ങനെ യജമാനം വെയിറ്റ് ചെയ്ത് ചോദിച്ചു, നീ എന്നടാ നിന്ന് നേരത്തെ മേടിച്ച് പോകുന്നവനാ, ഇന്ന് എന്നെ പമ്മി നിൽക്കുന്നത് എന്തുകൊണ്ട്? എന്തോ വേണ്ടി 2 ദിവസത്തെ കൂലി കൂടുതൽ വേണോ? എന്തോ നിൻ്റെ ആവശ്യം? ഇല്ല യജമാൻ, ഒരു പേഴ്സണൽ കാര്യം പറയാനാ. അതങ്ങ് പറ. അല്ല, 1-2 പേരോട് കൊടുത്തു വിട്, ഞാൻ ഒറ്റയ്ക്ക് നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ മതി. ഓക്കെ, അവരെ വിട്ടു. ഇനിയും പറ. അല്ല യജമാനൻ ദേഷ്യപ്പെടല്ലേ, ഞാൻ ചോദിക്കുന്നതുകൊണ്ട്. ഞാൻ ഈ കഴിഞ്ഞ 10-20 വർഷമായി വിശ്വസ്തയോടെ ജോലി ചെയ്യുക. ഞാൻ ഒരു കാര്യം ചോദിക്കുക, ഇഷ്ടപ്പെട്ടില്ലേ വഴക്ക് പറയല്ലേ. ഈ വയൽ കൊടുക്കുന്നു. അപ്പോൾ ഉടമസ്ഥൻ ഇവനെ സൂക്ഷിച്ചു അടിമുടി നോക്കി. കാരണം ഇവൻ ഈ പകൽ വെയിൽ കൊണ്ടിട്ട് എന്തെങ്കിലും. സ്തോത്രം. കാരണം ഇന്നലെ മണ്ണെണ്ണ മേടിക്കാൻ ഒരു പണം എക്സ്ട്രാ മേടിച്ചുകൊണ്ട് പോയവനാ. ഇന്ന് അരി മേടിക്കണേ വീണ്ടും ഒരു പണം കടം മേടിക്കേണ്ടവനാ ഇവൻ. അവൻ ചോദിക്കുക, യജമാന വയൽ കൊടുക്കുന്നു. യജമാനൻ ചോദിച്ചു, കാര്യമായിട്ട് ചോദിക്കുകയാണോ? അതെ കാര്യമായിട്ട്. അല്ല, നീ കാര്യമായിട്ട് തന്നെ ചോദിക്കുകയാണോ? അതെ കാര്യമായിട്ട്. എന്നാലേ നിനക്കുള്ളത് വിറ്റേച്ചോ, തന്നേക്കാന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷം. നിധിയുള്ള വയൽ വാങ്ങാൻ ആകെ ചെയ്യേണ്ടത് എനിക്കുള്ളത് വിറ്റേച്ച് തരിക. പുള്ളി നേരെ വീട്ടിൽ ചെന്ന് വിൽക്കാൻ. പുള്ളിക്കൊന്നുമില്ല, ആകപ്പാടെ 4 സെൻറ്റ് സ്ഥലം സഭക്കാർ കൊടുത്തത്. അതിനകത്ത് ഈ ലൈഫ് മിഷ്യൻകാർ പണിത് കൊടുത്ത 4 ലക്ഷം രൂപയുടെ പെര. സ്തോത്രം. തീരാഞ്ഞുകൊണ്ട് പഞ്ചായത്തുകാരെല്ലാം കൂടെ കൂടി അമ്മാമ്മയൊക്കെ വിളിച്ച് പറഞ്ഞ് ഒരു 1.5 രൂപ മുടക്കി പെയിൻ്റൊക്കെ അടിച്ച് അങ്ങനെ വെച്ചത് കൊച്ചു പേര. അത് വിൽക്കാൻ വലിയ താമസമൊന്നും ഇല്ലല്ലോ. അവൻ ചെന്ന് 4 സെൻറ്റ് സ്ഥലവും പെരയും വിറ്റ് കാശും കൊണ്ട് രാവിലെ വന്ന് പറഞ്ഞു, യജമാനെ ഈ പൈസ എനിക്ക് വയൽ തരണം. യജമാൻ ചോദിച്ചു, എന്നോത്തിൻ്റെ പൈസയാണ്? അതെൻ്റെ വീടും സ്ഥലവും വിറ്റു. ഓക്കെ, ഇനി നിനക്ക് വല്ലതും വിൽക്കാനുണ്ടോ? എനിക്കിനി ഒന്നുമില്ല. അല്ല ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോൾ അവളേക്ക് തന്ന കൂട്ടത്തിൽ തന്നെ ഒരു പശുവിനെ കൂടി എനിക്ക് തന്നായിരുന്നു. അത് പ്രസവിച്ച് ഇപ്പോൾ 6 പശുക്കൾ വീട്ടിലുണ്ട്. പിന്നെ ആദ്യത്തെ കൊച്ചുണ്ടായപ്പോൾ പെറ്റിണിച്ച് വിളിച്ചുകൊണ്ട് വന്നത് ഒരു അലമാരിയും ഒരു ആടിനെയും കൂടെ തന്നായിരുന്നു. ആടിപ്പം പ്രസവിച്ച് 15 ആടുണ്ട്. പിന്നെ അലമാരിയും വീട്ടിലുണ്ട്. രണ്ടാമത്തെ കൊച്ചു വന്നപ്പോൾ ഒരു കട്ടിലും കൊണ്ടാണ് വന്നത്. പുള്ളി പറഞ്ഞു വന്നപ്പോൾ ഒരു 10-60 ഐറ്റം സാധനം വീട്ടിലുണ്ട്. പുള്ളി പെര വിറ്റേച്ച് വയൽ മേടിക്കാൻ വന്നേക്കുക. ഹലോ, മനസ്സിലാകുന്നുണ്ടോ? നമ്മളും ചിലരൊക്കെ മാലയെ ഊരി മീശയും കളഞ്ഞേച്ച് വയൽ മേടിക്കാൻ വന്നേക്കുക. ആകെ കളഞ്ഞത് മീശയും ആഭരണവുമാണ്. സ്തോത്രം. അത് പലരും വിറ്റിട്ടൊന്നുമില്ല. അതുകൊണ്ട് പോയി നമ്മൾ ഇതിനകത്ത് വെച്ചേക്കുക, ലോക്കറി വെച്ചേക്കുക. ക്ഷമിക്കണേ. യജമാനൻ പറഞ്ഞത് വീടും വരെ വിറ്റേച്ച് വരാനല്ല, നിനക്കുള്ളത് വിറ്റേച്ച് വരാനാ. അങ്ങനെ ചോദിച്ചു പുള്ളിക്ക് പിന്നെ ഒരുപാട് ഐറ്റമുണ്ട്. ഭാര്യയുണ്ട്, 3-4 പിള്ളേരുണ്ട്, കോപമുണ്ട്, ക്രോധമുണ്ട്, ശാഠ്യമുണ്ട്, ദൊന്നപക്ഷമുണ്ട്, അസൂയുണ്ട്, മത്സരമുണ്ട്, എന്നെ വിളിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസി യോഗത്തിന് വിടത്തില്ലെന്ന് പറയുന്ന അഹങ്കാരമുണ്ട്. ഇതെല്ലാം ഇവൻ്റെ അകത്തുണ്ട്. ഇവൻ ഇതെല്ലാം വെച്ചോണ്ട് നിധിയുള്ള വയൽ വാങ്ങാൻ വന്നേക്കുക. മനസ്സിലാകുന്നുണ്ടേ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യജമാനൻ പറഞ്ഞു, എടാ കുഞ്ഞേ, ഞാൻ മലയാളമാണ് പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞത് വീടും വസ്തുവും വിറ്റേച്ച് വരാല്ല, നിനക്കുള്ളത് ഈ നിധി ഇരിക്കുന്ന വയലിനേക്കാൾ അധികം നീ എന്തിനെ സ്നേഹിക്കുന്നു? അത് അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, നീ എന്തിനെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് വിറ്റേച്ചു വരുന്നവനെ ഇത് വാങ്ങാനൊക്കത്തുള്ളൂ. ഇന്ന് രാത്രി സന്തോഷമുണ്ടെങ്കിൽ കൈ ഉയർത്തി ഒരല്ലലി പറഞ്ഞ ഈ നിധിയുള്ള വയലെന്ന സ്വർഗരാജ്യം സ്വന്തമാക്കണം. അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞേ, ഞാൻ എൻ്റെ ക്രിസ്തു എന്ന നിധി നിമിത്തം എനിക്ക് ലാഭമായതെല്ലാം ഛേദമെന്നെണ്ണുകയാണ്. അത് വെളിപ്പാടുള്ളവരെ പറയാൻ കഴിയത്തുള്ളൂ. 9-ാം അധ്യായത്തിൽ പുള്ളി പറഞ്ഞു, ഞാൻ ഒരു വെളിച്ചം കണ്ടു. 22 വന്നപ്പോൾ ആ മനുഷ്യൻ പറയാണ് വലിയ വെളിച്ചം കണ്ടു. 23 വന്നപ്പോൾ പുള്ളി പറയാണ് സൂര്യനെ വെല്ലുന്ന വെളിച്ചം കണ്ടു.
എന്ന് പറഞ്ഞാൽ വെളിപ്പാട് കൂടിക്കൂടി വരികയാണ്. മനസ്സിലാകുന്നില്ലേ? നമ്മളാണ് ഇറങ്ങി തിരിച്ചത് അബദ്ധമായല്ലോ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത്. പക്ഷെ അങ്ങനല്ല. പൗലോസ് അധ്യായങ്ങൾ മറിയുന്നതനുസരിച്ച് തന്റെ ദർശനത്തിന് പ്രകാശം കൂടുകയാ. അവൻ പറയണ, ഞാൻ കണ്ടത് സൂര്യനെ വെല്ലുന്ന വെളിച്ചമാ. ഇന്നിരത് ദർശനത്തിന് കുറവ് വരല്ലേ. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ പ്രാപിച്ച സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാൻ എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇന്നത്തെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഷ്ടതയോ പട്ടിണിയോ ഉപദ്രവമോ ആപത്തോ വാളോ മരണമോ ജീവനോ ഇപ്പോഴുള്ളതോ വരാനുള്ളതോ ഉയരത്തിനോ ആഴത്തിനോ ഈ നിധിയിൽ നിന്ന് എന്നെ അകറ്റാൻ കഴിയത്തില്ല. ലോകം കണ്ട ഏറ്റവും വലിയ നിധി സ്വർഗം വെടിഞ്ഞ് താണലോകത്തിൽ വന്ന് നമ്മിൽ ഒരുവനെ പോലെ ജീവിച്ച് ഗതസമന മുതൽ ഗാഗുൽത്ത വരെ ആ രക്തം മുഴുവൻ ഊറ്റി തന്ന യേശുവ ലോകത്തിന്റെ നിധി. ഇന്ന് രാത്രി നീ മറ്റെന്തെല്ലാം ത്യജിക്കേണ്ടി വന്നാലും, പാരമ്പര്യമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നീ ത്യജിക്കേണ്ടി വന്നാലും ഈ നിധി നീ സ്വന്തമാക്കണം. അത് സ്വന്തമാക്കിയ ഭക്തന്മാര് പണ്ട് പാടി, യേശു എൻ സ്വന്തം ഹല്ലേലൂയ. പാടുന്നില്ല, സമയമില്ല. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ സ്വന്തമാക്കുവാൻ കൊതിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ പ്രിയരെ, ഇവിടെയുള്ള എല്ലാം വിട്ടേച്ചു പോകണം കേട്ടോ. ഇവിടെ വരാൻ പോകുന്നൊരു കാര്യം ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം. ഇപ്പം ഇവിടെ തോട്ടോ എസ്റ്റേറ്റോ ഒന്നും ആർക്കും വേണ്ട. എല്ലാവർക്കും മാക്സിമം 10 സെൻറ്റ് സ്ഥലവും കൊച്ചൊരു പെരയും കൂടെ മതി. ഇവിടെ ഒരുമാതിരി വിദ്യാഭ്യാസവും വിവരമുള്ളതെല്ലാം നമ്മുടെ നാട് വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവാം. നേരത്തെയൊക്കെ BSc നേഴ്സിംഗ് കഴിഞ്ഞും പിന്നെ ഡിഗ്രി എടുത്ത് കഴിഞ്ഞൊക്കെ പിള്ളേർ ഇപ്പം +2 കഴിയുമ്പോഴേ പിള്ളേർ എന്ത് ചെയ്യുക? കാരണം ഇവിടെ MBBS പഠിച്ചാലും MCOM പഠിച്ചാലും MBA പഠിച്ചാലും പിന്നെ ഏത് ഡിഗ്രി എടുത്താലും നിയമസഭയുടെ മുന്നേ കിടന്ന് ഉരുളാമെന്നല്ലാതെ ജോലി കിട്ടത്തില്ല. കിട്ടുമോ? കിട്ടത്തില്ല. അതുകൊണ്ട് പിള്ളേരെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോവാം. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാവരെയും കൂടെ ഒരുത്തന്നെ ന്യൂസിലൻഡ് വിട്ടു, ഒരുത്തന്നെ അയർലൻഡ് വിട്ടു, ഒരുത്തന്നെ സ്കോട്ട്ലൻഡ് വിട്ടു, ഒരുത്തന്നെ അമേരിക്ക വിട്ടു. ഇപ്പം പ്രായം ഒരു കിളവിയും വീട്ടിലുണ്ട്, ഒരു പട്ടിയുണ്ട്, പിന്നെ ഒരു ബംഗാളിയോ ബീഹാറിയും പണിക്കുമുണ്ട്. സ്തോത്രം. കുറച്ചുകൂടെ കരുതുന്ന കുറേ കള്ളുകുടിയന്മാരും കുറേ ലഹരി ഉപയോഗിക്കുന്നവരും ആർക്കും വേണ്ടാത്ത കുറേ അപ്പനും അമ്മയും കാണും. പിന്നെ കാട്ടുപന്നി കയറി കിടന്ന് കുറേ റബ്ബർ തോട്ടു. റബ്ബറിന് വലിയ ഇതുകൊണ്ട് കാട്ടുപന്നി കയറിയാൽ അതിന് കാട് കളിക്കണേ വേറെ പൈസ ലോൺ എടുക്കണം. ഹലോ, കാട്ടുപന്നി കയറുന്ന തോട്ടത്തെ കാട്ടി സ്നേഹിത, ഈ നിധി നിന്റെ സ്വന്തമാക്കിക്കോണം. നിന്റെ മൂക്കി നാട്ടുകാർ നിർബന്ധിച്ച് പഞ്ഞി തള്ളി കയറ്റുന്നതിന് മുമ്പേ ഈ നിധി സ്വന്തമാക്കിയാൽ ഇവിടെ ഒന്നുമില്ലെങ്കിലും അവിടെ ഒരു നിക്ഷേപമുണ്ട്. ഏറ്റെടുക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. താൽക്കാലികമായത് വിട്ടിട്ട് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ഞാൻ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. സമയം പോന്നല്ലോ. നിങ്ങൾ നോക്കിയേ, യേശു പറയുകയാണ്, സ്വർഗരാജ്യം ഒരു സ്ത്രീ തൻ്റെ വീട്ടിൽ അല്പം പുളിച്ച മാവ് കണ്ടു. അവൾ ഓടിച്ചെന്ന് ഒരു 3 പറ മാവ് ഒരു ചരുവത്തിലെടുത്തു. എന്നിട്ട് അതിന് നടുക്കോട്ട് ഈ പുളിച്ച മാവ് വെച്ചിട്ട് അത് അങ്ങ് അടച്ചു. നേരം വെളുത്തപ്പോഴതിന് അത് മുഴുവൻ അങ്ങ് വ്യാപരിച്ച് പെരുകി വർദ്ധിച്ചു. അതാ സ്വർഗരാജ്യം. ഹലോ, നിർത്തിയില്ല. സ്വർഗരാജ്യം കടലിൽ വല വീശാൻ പോയ ഒരു മനുഷ്യനോട് സാദൃശ്യം. ആ മനുഷ്യൻ കടലിലേക്ക് വലയെറിഞ്ഞു. കടലിലുള്ള എല്ലാ സൈസ് മീനും അതിനകത്ത് കയറി. എല്ലാ സൈസ് മീനും കയറി. ഒറ്റിക്കൊടുക്കുന്നവനും പാര വെക്കുന്നവനും ഉൾപ്പെടെ എല്ലാ സൈസ് മീനും അതിനകത്ത് കയറി. കാരിയും കൂരിയും മത്തിയും ചാള എല്ലാം കയറി. എല്ലാം കയറിയപ്പോൾ കയറിയനെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നതല്ല സ്വർഗരാജ്യം. അവൻ കരയ്ക്കോട്ട് വലിച്ചു കയറ്റിയിട്ട് നല്ലതും മാത്രം തൻ്റെ കൊട്ടയ്ക്കകത്തിട്ട് ബാക്കിയെല്ലാം പിടിച്ച കടലിൽ തിരിച്ചു തള്ളി. അതാ സ്വർഗരാജ്യം. നിങ്ങൾ സ്വോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇവിടെ ചർച്ച് ഓഫ് ഗോഡിലും IPCയിലും ന്യൂ ഇന്ത്യയിലും ഷാരോനിലും CSIയിലും മർത്തോമായിലും കേറിയനെ എല്ലാം കൂട്ടിക്കൊണ്ടു പോകും. അതാ ഇവിടുത്തേത്. പക്ഷെ സ്വർഗരാജ്യം കേറിയനെ എല്ലാം കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നതല്ല. പിണങ്ങല്ലേ? മനസ്സിലാകുന്നുണ്ടോ? ഇരിക്കട്ടെ അച്ഛാ, അവരോടൊക്കെ ഉണ്ടല്ലേ കൺവെൻഷന് പന്തലിടാനും പിന്നെ സ്വോത്രാഴ്ച എടുക്കാനൊക്കെ ആൾ വേണ്ട. ഇരിക്കട്ടെ, കയറ്റിക്കൊണ്ട് പോക്കോ, കുഴപ്പമില്ല. പക്ഷെ കയറ്റിയനെല്ലാം കൂടെ മേളിലോട്ട് കൊണ്ടുപോകത്തില്ല. എല്ലാവരും ഇവിടെ ഉണ്ടേ? ഇന്ന് രാത്രി സ്നേഹിതരെ, വലിച്ചു കയറ്റിയനെ എല്ലാം കൂടെ കൂട്ടി തല്ലി കൂട്ടി കൊണ്ടുപോകുന്നതല്ല. കാനഡ ചെന്നോടനെ ഒറ്റയ്ക്ക് റൂം എടുക്കാൻ പൈസ ഇല്ല.
അപ്പോൾ പെൺപിള്ളേരെ കിട്ടുമെന്ന് വിചാരിച്ച പെൺപിള്ളേർ 2 ആൺപിള്ളേരെ കൂടെ കൂട്ടി ഇവരൊന്നിച്ച് അങ്ങ് താമസം തുടങ്ങി. റൂം എടുത്ത് വാടക കൊടുക്കണ്ടേ? സ്തോത്രം. ഇവിടെ വന്ന് അവൻ്റെ നെഞ്ചത്ത് വെക്കുക, അത് അവൻ്റെ കഷ്ടകാലം. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോൾ ഒന്നിച്ച് ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല. അപ്പോൾ രണ്ടും ഒരു ബർത്ത് എടുത്തിട്ട് ഒന്നിച്ച് ബർത്തേ കിടന്നിങ്ങ് പോന്നു. സ്തോത്രം. പക്ഷേ വന്നത് നമുക്ക് പ്രധാനപ്പെട്ട ആളിൻ്റെ പിള്ളേർ, നമുക്ക് തടയാൻ നോക്കൂ. പിന്നെ അവിടെ 1-2 പ്രാവശ്യം രജിസ്റ്റർ കഴിഞ്ഞാൽ ഇവിടെ വന്ന് പിന്നെ നമ്മൾ ആലോചിച്ച് നടത്തുക. ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റി വെച്ച് കൊണ്ടുപോകുന്നതല്ല ദൈവസഭ. നിങ്ങൾ എന്നോട് പിണങ്ങല്ല, എന്നെ ഇന്ന് രാത്രി സ്നേഹത്തോടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. സ്തോത്രം. പക്ഷെ പറയാതിരിക്കാനൊക്കത്തില്ലല്ലോ. യേശു പറയാ, സ്വർഗരാജ്യം കടലിൽ വല വീശിയ മനുഷ്യനോട് സാദൃശ്യം. അതവൻ വലിച്ചു കയറ്റി നല്ലത് മാത്രം തിരിഞ്ഞകത്ത് കയറ്റി. സ്നേഹിത, നല്ലവനായ ദൈവം തന്റെ നല്ലവനായ പുത്രന്റെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി മുതല് മുടക്കിയ സഭയ്ക്കകത്ത് എല്ലാം കൂടെ തല്ലിക്കൂട്ടി പോവെന്ന് ആരും ധരിക്കരുത്. ഈ രാത്രി ഞാൻ ദൈവാത്മ വിളിച്ചു പറയട്ടെ, നല്ലതിനെ ചേർക്കാൻ നല്ലവൻ മധ്യാകാശത്തിൽ വരുന്നുണ്ട്. ഇന്ന് രാത്രി ആ നല്ലവരുടെ ഗണത്തിൽ ഞാനുമുണ്ടെന്ന് ഉറപ്പുള്ളവരോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കഴിയുമെങ്കിൽ കരമൊന്ന് ചേർത്തടിച്ച് ഈ രാത്രി ദൈവത്തെ സ്തുതിച്ച്, യേശു വരുന്നത് നല്ലവരെ ചേർക്കാനാ. കറയും ചുളുക്കവും വാട്ടവും മാലിന്യം ഉള്ളതിനെയൊക്കെ ദൈവം മാറ്റും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, ഞാൻ നിങ്ങളെ ക്രിസ്തുവെന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായിട്ട് ഏൽപ്പിപ്പാൻ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുക. വിവാഹ നിശ്ചയം കഴിഞ്ഞു. എന്നാൽ സർപ്പം ഉപായത്താൽ ഹവ്വയെ ചതിച്ചതുപോലെ, ഉപായത്താൽ ചതിച്ചതുപോലെ. സ്തോത്രം. യേശു ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഞാൻ അവസാനിപ്പിക്കണമല്ലോ. ശ്രദ്ധിച്ചേ, യേശു പറഞ്ഞു, ദൈവരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ സത്യം ഒരുക്കിയ രാജാവിനോട് സാദൃശ്യ. സ്തോത്രം. ഇത്രയും പ്രാധാന്യമുള്ള വിഷയം അല്ലെങ്കിൽ ഇത്രയും കാര്യം പറയത്തില്ല. മകൻ്റെ കല്യാണം 2023 നവംബർ മാസം 23-ആം തീയതി. അതിന് ജനുവരി മാസം തന്നെ കല്യാണം വിളിക്കാൻ യജമാനം വിട്ടു. മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും രാജ്ഞിയുടെ വീട്ടുകാരെയും രാജാവിൻ്റെ വീട്ടുകാരെല്ലാം ആള് വിട്ട് വിളിപ്പിച്ചു. വിളിച്ചവരെല്ലാം ഡേറ്റ് കുറിച്ച് വെച്ച് 2023 നവംബർ മാസം 23-ആം തീയതി രാജാവിൻ്റെ മോൻ്റെ കല്യാണം പോകണം. രാജാവിൻ്റെ മിറ്റത്ത് തന്നെ പന്തല, ഭയങ്കര പരിപാടിയാണ്. ആയിരങ്ങളെ വിളിച്ചേക്ക്. ഡേറ്റ് ആയപ്പോൾ രാജാവ് തൻ്റെ കാളകളെയൊക്കെ അറുത്ത് വലിയ ഒരുക്കിയിട്ട് അന്ന് ക്ഷണിച്ചവരെ വിളിക്കാൻ വിട്ടു. ഞാനും ഇന്ന് രാത്രി വിളിക്കാൻ വന്നേക്കുക. സ്തോത്രം. ക്ഷണിച്ചവരെ വിളിക്കാൻ ചെന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞങ്ങൾ 5-6 കാളന്മാരെ മേടിച്ചു, നോക്കാൻ പോവാം. എന്തോ ചെറിയ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവനുണ്ട്. നമ്മളൊക്കെ പല പ്രാവശ്യം നോക്കിയിട്ടേ ഒരു കാളയെ മേടിക്കത്തുള്ളൂ. ഇവൻ മേടിച്ചേച്ച് നോക്കാൻ പോയവനാ. സ്തോത്രം. അടുത്തവനെ ചെന്നപ്പോൾ ഞാൻ ഇച്ചിരി വയൽ മേടിച്ചു, നോക്കാൻ പോവാം. അവന് എന്തോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളൊക്കെ 10 പ്രാവശ്യം വയൽ നോക്കിയിട്ടേ മേടിക്കൂ. ഇവൻ മേടിച്ചേച്ച് നോക്കാൻ പോയവനാ. സ്തോത്രം. അടുത്തയാൾ പറഞ്ഞു, ഞങ്ങളുടെ കല്യാണം പെട്ടെന്നായിരുന്നു, ചൊവ്വാഴ്ച അവരെല്ലാം കൂടെ വന്നു, ബുധനാഴ്ച ഞങ്ങൾ ഉറപ്പിച്ചു, വ്യാഴാഴ്ച കല്യാണമായിരുന്നു, മഴയും തുടങ്ങി, അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ കിട്ടിയ ടിക്കറ്റ് റോബിൻ ബസ്സിൽ മൂന്നാറിന് പോകാനായിട്ടൊരു ടിക്കറ്റ് എടുത്തു. ഒക്കുവാണെങ്കിൽ അതുവഴി ഞങ്ങൾ കറങ്ങി ഊട്ടിനും പോയിട്ടേ വരത്തുള്ളൂ, കല്യാണം കഴിഞ്ഞുകൊണ്ട് വരാൻ ഒക്കത്തില്ല. ചുരുക്കി പറഞ്ഞ വിളിച്ചവൻ പെണ്ണുകാരിയും മണ്ണുകാരിയും പൊന്നുകാരിയും പറഞ്ഞ് വിളി നിഷേധിച്ചു. നിങ്ങൾ സ്തോത്രം പറഞ്ഞുമില്ല. സ്തോത്രം. ഒരുത്ത പെണ്ണുകാര്യം പറഞ്ഞു, മറ്റോ മണ്ണുകാര്യം പറഞ്ഞു, മറ്റോ പൊന്നുകാര്യം പറഞ്ഞു, വിളി എന്ത് ചെയ്തു? നിഷേധിച്ചു. അവർ പറഞ്ഞു, രാജാവ് എല്ലാവർക്കും ഓരോ പ്രോഗ്രാമാണ്, വരാനൊക്കത്തില്ല. നമ്മളെല്ലാവരും വരുമെന്ന് വിചാരിച്ച കസാറ കേട്ട്, പക്ഷെ അവർക്ക് ഓരോ പ്രോഗ്രാം വരാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ രാജാവ് പറഞ്ഞു, ഓക്കെ ഒന്നുകൂടെ പോയി വിളിക്കുക. രണ്ടാമത് വിളിച്ചപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നിട്ട് വിളിക്കാൻ വന്നമാരെ അടിച്ച് ശരിപ്പെടുത്തി. രാജാവിന് കോപം വന്നിട്ട് ആ പട്ടണങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ചില പട്ടണങ്ങളുടെയൊക്കെ നാശത്തിൻ്റെ പുറകെ രാജാവിൻ്റെ കോപമുണ്ട്. സ്തോത്രം. നമ്മൾ പരസ്യമൊക്കെ നടത്തുമ്പോൾ ഇവന്മാർ തല്ലുവോ അടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ സ്റ്റേയാഗ്രേസിനെ പോലുള്ളതാണ് ചിലപ്പോൾ കത്തിച്ച് കളഞ്ഞിരിക്കും. കത്തിച്ച് കളയുമ്പോൾ പുള്ളി പിന്നെ മിണ്ടാനാണ്, പക്ഷെ മിണ്ടുന്നോ മേളിലുണ്ട്. വിട്ടത് രാജാവല്ലേ.
ഇന്ന് രാത്രി പോയി പ്രസംഗിച്ചു പാടാന്ന് പറഞ്ഞ് വിട്ടത് രാജാവല്ലേ? വിളിച്ചത് ചാണ്ടി പാസ്സാണെങ്കിലും വിട്ടത് രാജാവല്ലേ? ഇന്നലെ വൈകിട്ട് തൊണ്ടയ്ക്ക് വേദനയും പനിയും ഉണ്ടായി, എനിക്ക് വരാനൊക്കത്തില്ലല്ലോ. അപ്പൊ ഇന്ന് രാത്രി തൊണ്ടയ്ക്ക് വേദനയും പനിയും വരാതെ എന്നെ വിട്ടത് രാജാവല്ലേ? രാജാവാ വിട്ടതെങ്കിൽ ചോദിക്കാൻ ആളുണ്ട്. ഒരു ഹല്ലേലൂയ പറയണേ. രാജാവിന് കോപം വന്നു, ആ പട്ടണത്തെ മുടിച്ചു. എന്നിട്ട് അടുത്ത ആളുകളെ വിട്ടിട്ട് പറഞ്ഞു, ഇനി നമ്മൾ ഈ ബന്ധോ സ്വന്തം നോക്കണ്ട. അളിയനെയും ഉപ്പാപ്പനെയും കൊച്ചപ്പനെയും പട്ടാളത്തെയും പിന്നെ മന്ത്രിയുടെ ആൾക്കാരെയും സെക്രട്ടറി ആൾക്കാരെയും വിളിക്കേണ്ട, വഴി മെനക്കെട്ട് നീവനെല്ലാം വിളിച്ചോളാം. വേലിക്കരികിലും ചന്തസ്ഥലത്തൊക്കെ നീവനെല്ലാം വിളിച്ചോളാം. അങ്ങനെ വിളിച്ച് കൂട്ടത്തിൽ വന്നതാ ഞാനൊക്കെ. ഹലോ, നമ്മൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെ നിന്നവരെല്ലാം വിളിച്ചവരെല്ലാം വന്നു. എല്ലാവരും വന്ന് കസാറ നിറഞ്ഞു. കസാറ നിറഞ്ഞാലേ രാജാവ് ഇറങ്ങി വരത്തുള്ളൂ. അല്ലാതെ ഭൂകമ്പം ഉണ്ടാകാഞ്ഞിട്ടോ നമ്മളിപ്പോൾ കുഞ്ഞ് തുരങ്കത്തിനകത്തെ മണ്ണിടിഞ്ഞ് വീണ് 16 പേരകത്ത് കുടുങ്ങിപ്പോകാഞ്ഞിട്ടോ ഒന്നുമല്ല യേശു വരാത്ത ഇട്ട കസാറ ഫില്ലാകണം. സ്തോത്രം. ആ കസാറയ്ക്ക് സമ്പരായിട്ടേക്കുന്ന പേര് ജാതികളുടെ പൂർണ്ണസംഖ്യ. വഴിയിൽ നിന്ന് വിളിക്കുന്നവന്മാർ കയറിയിരിക്കുന്ന സംഖ്യ തികഞ്ഞാൽ കർത്താവ് വരും. ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. വിളിച്ച ബന്ധക്കാരും സ്വന്തക്കാരും വേണ്ടാതെ തള്ളിക്കളഞ്ഞപ്പോൾ പുറംപറമ്പിൽ കിടന്ന് കാട്ടൊലിവായ നമ്മളെല്ലാം കൂടെ വിളിച്ചു ചേർത്തു. കസാറ ഫില്ലാകണം. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടെ ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ കസാറ ഫില്ലായ നാളെ യോഗമില്ല. നിങ്ങൾ ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. യേശു വരാനുള്ള താമസം ലാസ്റ്റ് കസാറ ഫില്ലായാൽ മതി. ശ്രദ്ധിക്കണേ. അതുകൊണ്ട് നിനക്ക് വേണ്ടി യോഗം വെച്ചേക്കുന്നേ. ഇന്ന് രാത്രി നീയുടെ മാനസാന്തരപ്പെട്ട് ഫില്ലായാൽ യേശു വരും. അപ്പോൾ അവരെന്ന് പറഞ്ഞ്, യജമാനനെ കസാറ ഫില്ല ഇറങ്ങി വരാൻ പറഞ്ഞു. ഒറ്റ ക്ഷണം രാജാവ് ഇറങ്ങി വന്നു. രാജാവിൻ്റെ കണ്ണ് നമ്മുടെ കണ്ണ് പോലെ വെള്ളെടുത്ത് വെച്ചു ഒന്നുമല്ല. ഭയങ്കര കണ്ണല്ലേ, അഗ്നിജാലക്കൊത്ത കണ്ണല്ലേ. കടലിന്റെ ആഴത്തിൽ കിടക്കുന്ന മീനിന്റെ ചെകളക്കകത്തിരുന്ന പൈസ വരെ കാണുന്ന കണ്ണല്ലേ. നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ഭയങ്കര കണ്ണാന്ന്. ഒരൊറ്റ നോട്ടത്തിൽ യോഗത്തിനകത്ത് ഒരുത്തം കയറി കല്യാണശാലയ്ക്കകത്ത് കല്യാണ ഉടുപ്പില്ലാതിരിക്കുന്നു. അവനെ കൈയോടെ പൊക്കി. അതാ ഈ യജമാന്റെ പ്രത്യേകത. ഞങ്ങളാരും പൊക്കിയില്ലേലും കർത്താവ് അവനെ പൊക്കും. അവനോട് ചോദിച്ചു, സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ എങ്ങനെ അകത്ത് വന്നു? അത് കർത്താവിന്റെ പ്രത്യേകത. ആരെയും കയറി സ്നേഹിത എന്നേ വിളിക്കും. ഒറ്റിക്കൊടുക്കുന്ന യൂതയോടും പറഞ്ഞു, നീ സ്നേഹിത ചെയ്യാനുള്ള വേഗത്തിൽ ചെയ്തോളാം. എല്ലാവരും സ്നേഹിത എന്നാണ് വിളിക്കുന്നത്. അല്ലാതെ നമ്മുടെ കൂട്ടുന്നുള്ള ഭാഷയൊന്നും പറയത്തില്ല. എല്ലാവരും സ്നേഹിത. ഒരു ഹല്ലേലൂയ പറഞ്ഞേര്. പാര വെക്കുന്നവനെ ഒറ്റി കൊടുക്കുന്നവനെ എല്ലാം വിളിക്കുന്നത് സ്നേഹിതാന്ന. കല്യാണ വസ്ത്രം ഇല്ലാത്തവനെയും വിളിച്ചത് സ്നേഹിതാന്ന. അപ്പൊ അവൻ എഴുന്നേറ്റ് ഉത്തരം മുട്ടിപ്പോയി. എനിക്കും ഇപ്പോഴും പിടികിട്ടാത്തത്, രാജാവിൻ്റെ പ്രൊട്ടക്ഷൻ ഭയങ്കരമല്ലേ. മെറ്റൽ ഡിറ്റക്ടർ വഴി ആളിനെ കയറ്റുന്നത്. സ്തോത്രം. ഒരു കുന്തം പിടിച്ചു കൊടുത്തിന് അങ്ങോട്ടോ ഒരു കുന്തം ഇങ്ങോട്ടൊക്കെ പിടിച്ച് അതൊക്കെ പാറാവ് നിൽക്കുക. അതിനിടയ്ക്കൂടെ ഇവൻ എങ്ങനെ കയറിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. സ്തോത്രം. ഇവൻ പ്രസിഡന്റിന്റെ ബന്ധമാണോ സൂപ്രണ്ടിന്റെ ബന്ധമാണോ എങ്ങനെയാണ് ഇവൻ അകത്ത് കയറിക്കോ. എന്തിനൊക്കെ സ്ഥാനം കിട്ടിയാൽ എടുത്തോ. പക്ഷെ ഇതെല്ലാം രാജാവ് വരുന്നിടം വരെ ഉള്ളൂ. സ്തോത്രം പറയണം. രാജാവ് വന്നപ്പോൾ ഇവനെ കൈയോടെ പൊക്കി. രാജാവ് പറഞ്ഞാൽ മതി ന്യായമായിട്ട്. വെളിയിൽ പോയി ഉടുപ്പിട്ടുകൊണ്ട് പാടാന്ന് പറഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ. പക്ഷെ അകത്ത് കയറിയാൽ പിന്നെ കൺസെഷൻ ഒന്നുമില്ല. കയറുന്നത് വരെ പ്രശ്നമില്ല. ഏത് വേലിക്കരികെ നിൽക്കുന്നവനും കയറാം. സ്തോത്രം. ഇനി അമ്മാവനെ അമ്മായിയും കൂടെ വന്ന് വെട്ടിക്കൊന്നിട്ട് പോയ മദ്രാസിലെ മോനാണെങ്കിലും അകത്ത് കയറാം. ഒരു പ്രശ്നമില്ല. പക്ഷെ കയറി കഴിഞ്ഞാൽ പ്രശ്നം വലുതാണ്. രാജാവ് കൽപ്പനയിട്ട് ആരവിടെ കയ്യും കാലും കെട്ടി ഇവൻ ഏറ്റവും പുറത്തെ ഇരുട്ടി തള്ളാൻ പറഞ്ഞു. ഇന്ന് രാത്രി കല്യാണ വസ്ത്രം ഉണ്ടോ എല്ലാവർക്കും? ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നിർത്തിയില്ല. യേശു പറഞ്ഞു സ്വർഗരാജ്യം 10 കന്യകമാർ മണവാളന് വേണ്ടി കാത്തിരുന്നു. മണവാളൻ വരാൻ വൈകിയപ്പോൾ 10 പേരും ഉറങ്ങി. മണവാളൻ വരുന്നതെന്ന് ആർപ്പ് വിളി കേട്ടപ്പോൾ 10 പേര് ഉണർന്നു. 10 പേരും വിളക്ക് കത്തിച്ചു. 10 പേരുടെയും വിളക്ക് കത്തി. പക്ഷെ കത്തിയ വിളക്ക് 5 എണ്ണം അതുപോലെ കെട്ടപ്പോൾ മറ്റേ 5 പേര് കരുതിയ പാത്രത്തിൽ എണ്ണ എടുത്ത് ഒഴിക്കുന്നു. ഉടനെ ഇവർ ചോദിച്ചു, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടൊരു കരുതൽ ഉണ്ടായിരുന്നല്ലേ? ഉണ്ട്. അന്ന് ഞാൻ കുടിച്ചിട്ട് തരാമോ? അവർ പറഞ്ഞു, സഹോദരിമാർ ഇത്രയും നാൾ നമ്മൾ ഒന്നിച്ച് കാത്തിരുന്നെങ്കിലും ഒരു കാര്യം പറയാം. സഹോദരിക്ക് കിഡ്നി ഇല്ല, ഡയാലിസിസ് ചെയ്യുവാണെങ്കിൽ ഞാൻ എൻ്റെ 2 കിഡ്നി ചുമ്മാ തന്നേക്കാം. പക്ഷേ എണ്ണ മാത്രം ചോദിക്കരുത്. ഹലോ, എനിക്ക് ഹാർട്ടാ ഇല്ലാത്തതെങ്കിൽ തുടർന്ന് ഞരമ്പൊന്നും എടുക്കാൻ പോകണം. എൻ്റെ ഹാർട്ടങ്ങ് തന്നേക്കാം. പക്ഷേ എണ്ണ മാത്രം. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ബോണ്ടായിക്ക് എണ്ണ വിറ്റേച്ച് നടക്കുന്ന പല പുള്ളി 30 രൂപയുടെ ബോണ്ടായിക്ക് വേണ്ടി എണ്ണ വിറ്റ പല പുള്ളിയുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞു എണ്ണ ഒഴിച്ചു ബാക്കി എന്തോ വെള്ളം ചോദിച്ചു. ഇന്ന് രാത്രി കൂടപ്പുറപ്പേ
നിന്നെ വീണ്ടെടുപ്പിനാളിനായി മുദ്രയിട്ട് അച്ചാരമായ എണ്ണ നീ വിറ്റ് വ്യാപാരം ചെയ്യല്ല. നിന്നോട് കൃപ തോന്നിയിട്ട് വിളിച്ചു വരുത്തി ഏവർക്കും സൗജന്യമായി ദാനം കൊടുത്ത് എണ്ണ നീ വ്യാപാരം ചെയ്ത് വിറ്റ് കളയല്ലേ കേട്ടോ. അത് നിന്റെ പാത്രത്തിൽ സൂക്ഷിച്ചോണം. ഇന്ന് രാത്രി എണ്ണയുള്ളവരൊക്കെ ഒരു സ്വത്രം പറഞ്ഞേ. പിന്നെ ആ പാട്ടൊക്കെ ഞങ്ങളുടെ റാന്നിക്കാരനല്ലേ പാടിയേക്കുന്നേ. ഹല്ലേലൂയ. WM-ലെ ബഹുമാനായ ME സാർ എഴുതി പാട്ടാണ്. ഇങ്ങനെ എഴുതി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമായ കല്യാണ വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. സ്വർഗരാജ്യം വലിയ ഗൗരവമാകട്ടോ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നത് പോലെ സ്വർഗരാജ്യത്തെ നിസ്സാരവൽക്കരിക്കരുത്. ഇവിടെ ഒരു സഭയിലും നിനക്ക് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും സ്വർഗരാജ്യത്തിൽ മെമ്പർഷിപ്പുണ്ട്. നീ അഭാഗ്യമുള്ള വ്യക്തി. ഇന്ന് രാത്രി എനിക്ക് സ്വർഗരാജ്യത്തിന്റെ അംഗത്വമുണ്ടെന്ന് ഉറപ്പാക്കാതെ ഈ പന്തൽ വിട്ട്, ഈ പരിസരം വിട്ട് നീ പോകരുത്. ഒറ്റ വാക്കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്വർഗരാജ്യം പരദേശത്തേക്ക് പോയ ഒരു മനുഷ്യൻ തൻ്റെ ദാസന്മാരെ എല്ലാം വിളിച്ചു പറഞ്ഞു, ഞാനൊരു പരദേശ യാത്ര പോകുകയാണ്. ഞാൻ പോകുമ്പോൾ ഈ സമ്പത്തെല്ലാം കൂടി ഇട്ടിട്ട് പോകാൻ എനിക്ക് മടിയായതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ വാ, ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1, ഇങ്ങനെ എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. ഞാൻ വരുമ്പോൾ നിങ്ങൾ ഇതെനിക്ക് മടക്കി എന്ത് ചെയ്യണം, തരണം. അവർ പറഞ്ഞു ഓക്കെ യജമാനെ. യജമാനൻ പോയി. വരുമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നില്ല. അപ്പം വരത്തില്ലെന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ 5 കിട്ടിയോ പോയി 5 കൂടെ. അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ യജമാനൻ വന്നു. യജമാനൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് വന്നൊരു സ്വത്രം പറഞ്ഞ്. യജമാനൻ വന്നപ്പോൾ ഇവരെല്ലാം വിളിച്ചു. 5 കൊടുത്തവൻ 5 കൂടെ കൊണ്ട് പറഞ്ഞു, വിശ്വസ്തനും നല്ലവരുമായ ദാസനെ, നിന്നെ അധികത്തിന് വിചാരകനാക്കും. നീ എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. സ്വർഗരാജ്യം ഏൽപ്പിച്ചത് വ്യാപാരം ചെയ്യുന്നവനെ കയറ്റുന്ന സ്ഥലമാണ്. സ്തോത്രം പറഞ്ഞേ. 2 കൊടുത്തവനെ കയറ്റി. 1 കൊടുത്തവൻ വന്നിട്ട് പറഞ്ഞു, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിയുന്നു. നിന്റെ അത് ഞാൻ കൊണ്ട് കുഴിച്ചിട്ടൊക്കെ പിടിച്ചോളാൻ പറഞ്ഞു. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസനെ, പ്രൈസ് ദി ലോർഡ്, ഞാൻ ഇങ്ങനെയുള്ളവൻ നീ അറിഞ്ഞല്ലോ. ആരവിടെ? ഇവന്റെ കൈയും കാലും കെട്ട് ഏറ്റവും പുറത്തെ ഇരുട്ടിത്തള്ള്. പ്രിയരെ, ചലിക്കാൻ കഴിയാതെ കാൽക്കരങ്ങൾ ബന്ധിച്ച് നിന്നെ ഇരുട്ടിത്തള്ളുന്നൊരു ദിവസം വരുന്നുണ്ട്. അവൻ കൽപ്പിച്ചാൽ ഇരുട്ടി തള്ളിക്കളയും. ഇരുട്ടിലേക്ക് തള്ളിക്കളയും മുമ്പേ എൻ്റെ പിതാവിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞ് വാതിൽ തുറക്കുമ്പോൾ നീ അകത്ത് കയറണം കേട്ടോ. എണ്ണയില്ലാത്ത 5 പേര് പുറത്തെവിടോ പോയി എണ്ണ മേടിച്ചോണ്ട് വന്നു. വരുന്നതിന് മുമ്പേ വാതിലടച്ചു. അവർ പറഞ്ഞു, യജമാനനേ ഞങ്ങൾക്കും കൂടെ തുറക്കണമേ. യജമാനൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല. ഇന്ന് രാത്രി നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞെന്നേ ഉള്ളൂ. ഇന്ന് രാത്രി നീ 11-ാം മണി നേരത്ത് വന്ന വ്യക്തിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് വന്നാലും 40 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട ഇവിടെ ഇരിക്കുന്ന ഒരു പാസ്റ്റർക്ക് കൊടുക്കുന്ന പ്രതിഫലം നിനക്കും തരും. സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. 1 മണിക്കൂറിന് വേണ്ടി കയറി വന്നവനും പണ്ട് വന്നവന് കൊടുക്കുന്ന പ്രതിഫലം കൊടുക്കാൻ രാജാവിന് മനസ്സാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ പ്രതിഫലം ഒട്ടും കുറയ്ക്കാതെ തരുന്ന ഒരു നല്ല ഉടമസ്ഥനുണ്ട്. അവന്റെ രാജ്യത്തിന്റെ അവകാശിയാകുവാൻ. ഈ രാജ്യത്തിനും ഒരു യജമാനനുണ്ട്. ഈ രാജ്യത്തിന് ഹല്ലേലൂയ കെട്ടിയടച്ച ഒരു മതിലുണ്ട്. ഈ തോട്ടം ഹല്ലേലൂയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ തോട്ടമാണ്. അത് മറ്റാരുടെയുമല്ല. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയവരുടെ കൂട്ടമാണ് ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശികള്. ഇന്ന് രാത്രി എന്നെ കൂടെ കർത്താവേ ഈ സ്വർഗരാജ്യത്തിന്റെ അവകാശിയാക്കണമേ എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ
ഒരു നിമിഷം നീ ഒന്ന് കൈ ഉയർത്തിയാൽ ഞാൻ നിനക്ക് വേണ്ടി ആ ഉയർത്തപ്പെട്ട കരങ്ങൾ ദൈവം ഒന്ന് കണ്ടോട്ടെ. പ്രിയരേ, നിന്റെ പേര് ഇന്ന് രാത്രി ജീവന്റെ പുസ്തകത്തിൽ എഴുതുകയാ. നിന്റെ സ്ഥിതി ദൈവം മാറ്റാൻ പോകുകയാ. നിന്റെ കുടുംബത്തിൻ്റെ കെട്ട് ദൈവം അഴിക്കാൻ പോകുകയാ. നീ ഒരു പക്ഷേ അവഗണിക്കപ്പെട്ട വ്യക്തിയായിരിക്കും, നീ കടഭാരമുള്ള വ്യക്തിയായിരിക്കും, നീ നിരാശ വന്ന വ്യക്തിയായിരിക്കും. ജീവിതം കൊണ്ട് ഏതെങ്കിലും ഒരു നദിയിലോ ഒരു പുഴയിലോ ഒരു മുടി കയറിലോ ഒരു റെയിൽവേ പാളത്തിലോ കളയുവാൻ കൊതിച്ചവനായിരിക്കും. പക്ഷെ ഇന്ന് രാത്രി സ്വർഗം നിന്നെ കണ്ടാൽ നിന്നെ പൊക്കിയെടുത്ത് മാർവോട് ചേർത്ത് ഹല്ലേലൂയ തന്റെ വയലിൽ നട്ടിട്ട് എല്ലാ വൃക്ഷങ്ങളിലും വലുതാക്കി വളർത്താൻ കഴിയുന്ന ഒരു സ്വർഗം ഈ രാത്രി ഇവിടെയുണ്ട്. ആ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിൽ നിയോഗമുണ്ട്. ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കുമോ? ഹല്ലേലൂയ. ഒരു 5 നിമിഷം നിങ്ങൾ ആരും പോകല്ലേ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മൾ ഒന്നിച്ചൊരു വാക്ക് പാടി ദൈവത്തെ ആരാധിച്ച് വേണം മടങ്ങിപ്പോകുവാൻ. ഒരു നിമിഷം എല്ലാവരും എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി യേശുവിൻ്റെ മഹത്വം നിന്റെ കൂടാരത്തിൽ ഇറങ്ങട്ടെ. ഈ കൺവെൻഷൻ മൂലം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, തലമുറ വിടുവിക്കപ്പെടട്ടെ. ചില ശാപത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. അടിക്കടി ഉണ്ടാകുന്ന ചില അനർത്ഥങ്ങൾ, അടിക്കടിയുള്ള ചില പിടുമരണങ്ങൾ, നിന്റെ കൂടാരത്തെ വിട്ടുമാറാതെ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ ഇന്ന് രാത്രി യേശു മാറ്റുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൂടെ കൂടെ തകർച്ച വരുന്ന ചില വിഷയങ്ങളുടെ മേൽ ഇന്ന് രാത്രി എൻ്റെ യേശുവിൻ്റെ വിടുതൽ വെളിപ്പെടുകയാ. വിശ്വസിക്കുന്നവരെല്ലാവരും അക്കരമൊന്ന് ഉയർത്തിപ്പിടിക്കാമല്ലോ. ഹല്ലേലൂയ. നല്ല കർത്താവേ, നിന്റെ ദാസിയും തലമുറകളും നിന്റെ ദാസന്മാരും ചേർന്ന് പ്രത്യേക ചാണ്ടി പാസ്റ്റർ അത്യുത്സാഹത്തോടെ ക്രമീകരിച്ച 2ാമത് ചരൽക്കുന്ന് കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ വചനം കേട്ട് ഒരു പ്രാർത്ഥനയ്ക്കായി കൊതിച്ചെഴുന്നേറ്റ് നിൽക്കുന്ന മുഴുവൻ ദൈവമക്കളെയും ദൈവജനത്തെയും പന്തലിനകത്ത് മാത്രമല്ല ലൈവിൽ കാണുന്നവരെയും ദൂരങ്ങളിൽ ശ്രദ്ധിക്കുന്നവരെയും ഈ പന്തലിന് പുറത്തുള്ളവരെയും ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന്റെ ശാപങ്ങൾ, ജനത്തിന്റെ രോഗങ്ങൾ, ജനത്തിന്റെ പാപസംബന്ധമായ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറി ഈ ദേശം വിടുവിക്കപ്പെടട്ടെ. ഈ പന്തലിനകത്ത് ഒരാൾ പോലും സ്വർഗരാജ്യത്തിന്റെ അവകാശം അന്യപ്പെട്ടു പോകാതെ ഈ വിലപ്പെട്ട നിധി സ്വന്തമാക്കുവാൻ, ഈ മുത്ത് കൈവശമാക്കുവാൻ വേണ്ടി തനിക്കുള്ളതെല്ലാം വിറ്റ വ്യാപാരിയെ പോലെ എന്തെല്ലാം ത്യജിക്കണോ അതെല്ലാം ത്യജിച്ച് ഇത് സ്വന്തമാക്കുവാൻ ജനത്തെ സഹായിക്കണമേ. അങ്ങനെ ദാസിയെ കുഞ്ഞുങ്ങളെയും ഈ ജനത്തെയും യേശുവിൻ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ.